നമ്മളിലുള്ള എല്ലാ അസ്വസ്ഥതകളും പരിശുദ്ധമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചേ. കണ്ണടച്ച് നമ്മുടെ ഉള്ളിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മെ ഭരിക്കുന്ന ചില അസ്വസ്ഥതകളുണ്ട്. എവിടെ പോയാലും, ഏത് ധ്യാനം കൂടിയാൽ, എത്ര പ്രാർത്ഥനയിലായിരുന്നാലും ചില അസ്വസ്ഥതകൾ നമ്മളെ വിട്ടുമാറാതെ നമ്മെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്നൊരു പുറത്ത് വരുവാൻ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ചില സമയത്ത് നമുക്ക് പറ്റില്ല. അത്തരത്തിൽ നമ്മൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളും പരിശുദ്ധ നമ്മുടെ വിമല ഹൃദയം വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചേ. നിങ്ങളെ ഈ ധ്യാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അസ്വസ്ഥതപ്പെടുത്തിയ എല്ലാ മേഖലകളും, ഏതെല്ലാം മേഖലകൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ ധ്യാനത്തിലേക്ക് കടന്നു വന്നത്, ആ മേഖലകളെല്ലാം പരിശുദ്ധമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് സമയം ഒന്ന് സമർപ്പിക്കട്ടെ. പുതിയൊരു അഭിഷേകം നിറയപ്പെടുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കട്ടെ. പുതിയൊരു അഭിഷേകം നിറയപ്പെടുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കട്ടെ. പുതിയൊരു കൃപ നിങ്ങളിൽ നിറയപ്പെടുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കട്ടെ. പുതിയൊരു ചൈതന്യം നിങ്ങളിൽ നിറയപ്പെടുവാനായിട്ട് നിങ്ങളൊന്ന് ആഗ്രഹിച്ചേ. ഇന്നിൻ്റെ അഭിഷേകത്തെ ചോദിച്ച ഈശോയോട്, ഈശോയുടെ ഇന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയ സ്നേഹത്തെ ഒന്ന് ചോദിച്ചേ. ഈശോ ഇന്ന് പുതിയ സ്നേഹം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ചോദിക്കട്ടെ. കഴിഞ്ഞ കാലം എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ നിന്ദിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ ഈശോ നമ്മെ ക്ഷണിക്കുക. ആ ഇന്നിൻ്റെ സ്നേഹത്തെ ചോദിച്ച് ഈശോയെ, ഇന്നത്തെ ഏറ്റവും പുതിയത് എൻ്റെ ഈശോയെ, പുതിയ കൃപകൾ ചോദിക്കേ, പുതിയൊരു അഭിഷേകം ചോദിക്കേ, ശക്തി ഇറങ്ങുവാൻ, പരിശുദ്ധാത്മ അഭിഷേകം ഇറങ്ങുവാൻ ഇന്നിൻ്റേത് ചോദിച്ചേ. ഇന്നിൻ്റേത് ചോദിക്കട്ടെ. പുതിയത് ചോദിക്കട്ടെ. പുതിയത് ചോദിച്ചേ. കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചേ. കുടുംബത്തെ സമർപ്പിച്ച ഭവനത്തെ സമർപ്പിക്കട്ടെ. ബന്ധുമിത്രാദികളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഭവനത്തിൻ്റെ 4 ദിക്കിലും താമസിക്കുന്നവരെ സമർപ്പിച്ചേ. നമ്മളായിരിക്കുന്ന ഭവനത്തിൻ്റെ 4 ദിക്കുകളിലും ആയിരിക്കുന്നവരെ, താമസിക്കുന്നവരെ സമർപ്പിച്ച ഈശോയുടെ കരങ്ങളിലേക്ക്. ആരിലൂടെയെല്ലാം നമ്മൾ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുവോ അവരെയെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചേ. ചില വ്യക്തികൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നവരുണ്ട്. ചില ജീവിത സാഹചര്യങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ചില പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ആ മേഖലകളെല്ലാം ഈ സമയം ഈശ്വര കരങ്ങളിലേക്ക് കൊടുത്തേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഏറ്റവും പ്രത്യേകമായി നിങ്ങളുടെ 3 നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. 3 നിയോഗങ്ങൾ സമർപ്പിച്ചേ. ഞങ്ങൾ 3 നിയോഗങ്ങൾ സമയം സമർപ്പിച്ചേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കട്ടെ. ആരോടെങ്കിലും മനസ്സ് തുറന്ന് ക്ഷമിക്കാനുണ്ടെങ്കിലോ ക്ഷമ ചോദിക്കാനുണ്ടെങ്കിലോ ഈ സമയം ഓരോന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. വേറെ പ്രത്യേകമായി നമ്മളുടെ ബന്ധുമിത്രങ്ങളോട്, കൂടപ്പിറപ്പുകളോട്, നമ്മുടെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, അങ്ങനെ ആരോടെങ്കിലും നമ്മൾ മനസ്സ് തുറന്ന് ക്ഷമിക്കാനോ ക്ഷമ ചോദിക്കാനോ ഉണ്ടെങ്കിൽ, ചോദിച്ചിട്ടില്ല, ക്ഷമിച്ചിട്ടുമില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിരുമുമ്പിൽ സമർപ്പിച്ച്, അത് കൃപയ്ക്ക് തടസ്സമാണ്. കൃപയ്ക്ക് തടസ്സമാണ്. സമർപ്പിച്ചേ. മറ്റൊന്ന്, അർഹിക്കാത്തത് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മളുടേതല്ലാത്തത് എന്തോ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, അർഹിക്കാത്തത് സമർപ്പിച്ചേ. അത് എൻ്റെ കയ്യിലിരിക്കാൻ എനിക്ക് യാതൊരുവിധ അർഹതയില്ല, അത് ദൈവത്തിനു മുമ്പിലേക്ക് സമർപ്പിച്ചേ. സമർപ്പിക്കട്ടെ. നിങ്ങളെല്ലാ രോഗപീഠകളും സമർപ്പിക്കട്ടെ. ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും സമർപ്പിക്കട്ടെ. മാരകമാരാ രോഗപീഠകൾ, പകർച്ചവ്യാധികൾ,
എല്ലാ മേഖലകളും ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തേ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ സൗഖ്യവും, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അഭിഷേകവും, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ പുതിയൊരു പ്രകാശവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ സമയം ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന. പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, ആരാധിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ സകല മാലാഖമാരോട് ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ സകല വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ കർത്താവെ, ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുറവുകളോട് ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ ഈശോയെ, ഞങ്ങൾ അയോഗ്യതകളോട് ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ ഇവിടെ എന്നോടൊപ്പം ധ്യാനം കൂടാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ഒഴുകണമേ. കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഒഴുകണമേ. കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളുടെ ജീവിതാവശ്യങ്ങളുടെ മേൽ ഒഴുകണമേ. കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. വിളിക്കട്ടെ യേശുവേ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവോ, കരുണയായിരിക്കണേ. യേശുവേ, കരുണയായിരിക്കണേ. കർത്താവേ, ഈ പുതിയ പ്രഭാതത്തിൽ അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. പുതിയ പ്രഭാതത്തിൽ അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണം ഈശോ. അഭിഷേകം ചെയ്യണം ഈശോയെ, വിശുദ്ധീകരിക്കണം ഈശോയെ, ശക്തിപ്പെടുത്തണം ഈശോയെ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അനുഗ്രഹിക്കപ്പെട്ടവൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ ദിവസത്തിൻ്റെ എല്ലാ ശുശ്രൂഷയിലേക്കും പരിശുദ്ധ അമ്മയെ സ്വാഗതം ചെയ്തുകൊണ്ട് ആവേ മരിയ എന്നുള്ള ഈരടിക്ക് പാടി നമ്മൾ പരിശുദ്ധ അമ്മയെ വെൽക്കം ചെയ്യാം. ആവേ ആവേ, കരങ്ങൾ വീശി ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. ആവേ ആവേ, ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ. ഇരിക്കാം, ഇരിക്കാം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവർ, ഇന്ന് നമ്മുടെ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ദൈവം നമുക്ക് നൽകിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു പുതിയ പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പുതിയ പ്രഭാതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആദ്യമേ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ഈ ഒരു പുതിയ പ്രഭാതത്തിൽ പുതിയ കൃപ തന്നെ ഈശോയോട് നിങ്ങൾ ചോദിക്കുക, പുതിയൊരു അഭിഷേകം തന്നെ ചോദിക്കുക.
കെട്ടപ്പെട്ടു പോയ അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയും ചൈതന്യവും ഇറങ്ങി വരുവാനായിട്ട് നിങ്ങൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണേ. ഇന്നലെ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈശോ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണിച്ചു തരുന്നുണ്ട്. അത് കൈവരിക്കുവാൻ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഏറെ പ്രത്യേകമായിട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഏറെ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ മറ്റ് ചിന്തകളോ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളോ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അത് പൂർണ്ണമായിട്ടും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണേ. സ്നേഹമില്ലാത്തയിടത്ത് ഒന്നുമില്ല. സ്നേഹമില്ലാത്തയിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവുമില്ല, കൃപകളുമില്ല, ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ മനസ്സിന് നമ്മളെ തന്നെ അടങ്ങാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണേ. നമ്മൾ തന്നെ സറണ്ടർ ചെയ്യണം. 1 യോഹന്നാൻ അതിൻ്റെ 4:8 പറയുന്നുണ്ട്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണെന്ന് 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ യോഹൻ സ്നേഹയിലൂടെ ഈശോ നമ്മളോട് പറയുമ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്ന്. അതായത് നമ്മൾ പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഭക്തിയിലും വിശ്വാസത്തിലും ആരാധനയിലൊക്കെ ആയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയോട് വെറുപ്പുണ്ടെങ്കിൽ ഈശോ പറഞ്ഞിരിക്കുന്നത്, ആ വ്യക്തിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് അവരുടെ അത്രയും വർഷമായിട്ട് അത്രയും നാളായിട്ടുള്ള ആരാധനകളെല്ലാം കപടമായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ആ വ്യക്തിയിലൂടെ തന്നെ കർത്താവ് പറയാം. അതുവരെയുള്ള നമ്മുടെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആരാധിച്ചതും പ്രാർത്ഥിച്ചതും എല്ലാം കപടമായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഈശോ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ട് പോലുമില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തെ അറിയുക എന്നുള്ളതാണ് പരമപ്രധാനം. ദൈവത്തെ അറിയണമെങ്കിൽ ദൈവസ്നേഹം എന്നിൽ നിന്ന് പുറപ്പെടണം. ദൈവത്തെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ അറിഞ്ഞു എന്നെനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് അവൻ്റെ സ്നേഹം എന്നിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ്, അവൻ്റെ കരുണ എന്നിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ്, അവൻ്റെ കൃപ എന്നിൽ നിന്ന് പുറപ്പെടുമ്പോഴും അവൻ്റെ ശക്തി എന്നിൽ നിന്ന് പുറപ്പെടുമ്പോഴുമാണ്. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ അർഹത ഇല്ലാത്തവരെ സ്നേഹിക്കുകയാണ്. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ അർഹതയില്ലാതിരുന്നിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ദൈവസ്നേഹം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ നിന്ന് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നെ ദ്രോഹിക്കുന്നവരെ, എന്നെ നിന്ദിച്ചവരെ, എനിക്ക് ദ്രോഹമാലോപിച്ചവരെ സ്നേഹിക്കുക, അതാണ് ദൈവസ്നേഹം. ഈ സ്നേഹം നമ്മിൽ നിന്ന് പുറപ്പെട്ടാൽ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മിൽ നിന്ന് പുറപ്പെടുന്നത്. ഈ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ ശക്തി തന്നെ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറച്ചതിന് ശേഷമേ ഈ ശക്തി, ഈ അഭിഷേകവും പ്രിയമുള്ളവരെ നമ്മളിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടാനായിട്ട് നമുക്ക് ഈ ദിവസത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാമത്തെ അധ്യായമാണ്. 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം നിങ്ങളടുത്തെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 13-ാം അധ്യായം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. ആമേൻ, ഹല്ലേലൂയ. ഈ എത്ര കൃപ നമ്മൾക്ക് ദൈവം തന്നാലും, എത്ര അഭിഷേകം തന്നാലും, മരിച്ചവരെ ഉയർപ്പിക്കാൻ തക്ക അഭിഷേകം നമ്മളിലുണ്ട് എന്ന് പറഞ്ഞാലും, സ്നേഹിക്കാൻ ദൈവം മുന്നിൽ നിർത്തി തരുന്നവരെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിനക്ക് കിട്ടിയ കൃപകളും നിനക്ക് കിട്ടിയ പ്രാർത്ഥനാ ചൈതന്യവും നിൻ്റെ അഭിഷേകവും എല്ലാം കെട്ടുപോകാനായിട്ട് ഒരൊറ്റ കാരണം മതി. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാലാഖമാരുണ്ട്, നമ്മുടെ പേരിന് കാരണക്കാരായിട്ടുള്ള വിശുദ്ധരുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാലാഖമാരുടെ ഒരു ഗണമുണ്ട്. നമ്മളെ കാക്കുന്ന മാലാഖമാരുണ്ട്. നമ്മളെ വിശുദ്ധിയിൽ വഴി നടത്താൻ, നമ്മളെ ആപത്തിൽപ്പെടാതെ കാക്കാൻ, നമ്മളോട് കൂടെ ആയിരിക്കാൻ ദൈവം നമുക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന മാലാഖമാരുടെ ഗണമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മാലാഖമാർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഈ മാലാഖയ്ക്ക് ദൈവത്താൽ നൽകപ്പെട്ട സന്ദേശം അനുസരിച്ചാണ് അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ. ദൈവ സന്ദേശം ഒരിക്കലും ആ മാലാഖയ്ക്ക് നമ്മളെ പാപത്തിലേക്കും
നമ്മളെ വെറുപ്പിലേക്ക് നയിക്കുക എന്നുള്ളതായിരിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന മാലാഖമാരുടെ ഗണങ്ങളുണ്ട്. ഈ മാലാഖമാരുടെ ഗണങ്ങൾ തന്നെയാണ് ഒരു കൃപ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കൃപ നമ്മളിൽ തന്നെ നിലനിൽക്കാൻ അതിന് വേണ്ടിയിട്ടൊരു പ്രൊട്ടക്ഷനുണ്ട്. ഒരിക്കലും ഒരു മാലാഖയും എൻ്റെ ശരീരത്തിന് വേണ്ടി ദൈവം തന്നിട്ടില്ല. എൻ്റെ ആത്മാവിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ മാലാഖമാർ എനിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഹല്ലേലൂയ. ഒരു മാലാഖയും എൻ്റെ ശരീരത്തെയല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, മറിച്ച് എൻ്റെ ആത്മാവിനെയാണ്. ഈ ആത്മാവ് വസിക്കുന്ന ആലയം മാത്രമേ എൻ്റെ ശരീരം ആകുന്നുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ 6:63 പറയുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കില്ല എന്നുള്ളത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ജീവൻ നൽകുന്നതിനെയാണ് സംരക്ഷിക്കേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതും. അപ്പോൾ ഈ മാലാഖ നമ്മുടെ ആത്മാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ആത്മാവിന് ദൈവം നൽകിയിരിക്കുന്ന കൃപകളെയും അഭിഷേകത്തെയും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആത്മാവിന് ദൈവം നൽകിയ കൃപകളെയും ആത്മാവിന് ദൈവം നൽകിയ അഭിഷേകത്തെയും ഈ മാലാഖ എനിക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പുറപ്പെടുവിക്കേണ്ട കൂദാശകളിലൂടെ ഞാൻ സ്വീകരിച്ച ദൈവിക ചൈതന്യത്തിൻ്റെ ശക്തി എന്നിൽ നിന്ന് സ്നേഹമായിട്ട്, കരുണയായിട്ട്, എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അനുകമ്പയായിട്ട് ഒക്കെ ഞാൻ പുറപ്പെടുവിക്കുമ്പോഴാണ് ഈ മാലാഖയെ ഞാൻ തീറ്റിപ്പോറ്റുന്നു എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്, എനിക്കും അതുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ എൻ്റെ വഴിക്കാണെങ്കിൽ നിങ്ങൾ ഏത് പരിശുദ്ധാത്മാഭിഷേക ധ്യാനം കൂടിയാലും ഒരു ഗുണവും നിങ്ങൾക്കുണ്ടാവത്തുമില്ല. ആ ധ്യാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആയിരിക്കുമല്ലോ ലഭിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും ആ ധ്യാനത്തിൽ നിന്നൊരു അഭിഷേകത്തെ സ്വീകരിക്കാനായിട്ട് നിങ്ങളെ കൊണ്ടാവത്തുമില്ല. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിച്ചെന്നിരിക്കട്ടെ, ഒരു കൃപ, ഏറ്റവും കുറഞ്ഞ പക്ഷേ ഞാൻ പറയും, ഒരു പ്രാർത്ഥിക്കാനായിട്ടൊരു തോന്നലെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ മാലാഖ ചാർജ് എടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ മാലാഖ ചാർജ് എടുക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, എത്രയോ അധികമായിട്ട് കൃപ ലഭിച്ചവരാണ് നമ്മൾ. ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കൂദാശകളുടെ കൂദാശയായ പരിശുദ്ധ ബലി അനുദിനം ഉൾക്കൊള്ളുന്നവരുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. ഈ ഓരോ ദിവസവും പരിശുദ്ധ ബലിയിലൂടെ യേശുവിൻ്റെ പരിശുദ്ധ ശരീര രക്തങ്ങളെ ഞാൻ സ്വീകരിക്കുമ്പോൾ ഇതെൻ്റെ ഉള്ളിൽ ഞാൻ ആക്കി വെക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് എൻ്റെ ഈശോ എന്നോടുകൂടെ വസിക്കാൻ ഗോതമ്പപ്പത്തോളം ചെറുതായി എന്നിൽ പ്രവേശിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ ഈശോ എന്നിലേക്ക് പ്രവേശിച്ച ഈശോയുടെ ചൈതന്യം എൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഈ മാലാഖ ഈ ഈശോയെ ആരാധിക്കാൻ എന്നോടുകൂടെ ആയിരിക്കുക എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ഒരു മാലാഖ എന്നോടുകൂടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കുർബാനയാകുന്ന ക്രിസ്തുവിനെ ആ മാലാഖ എന്നിൽ ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന മാലാഖയുടെ ഗണം എന്നോട് കൂടെ ആയിരിക്കുമ്പോൾ ഇത് എന്നെയല്ല ആരാധിക്കുന്നത്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന സജീവ ദൈവിക സാന്നിധ്യത്തെയാണ്. അപ്പോൾ അതിനെ ആരാധിക്കുമ്പോൾ ഈ ദൈവിക സാന്നിധ്യം ദൈവികാവസ്ഥയിൽ, പ്രസാദപരാവസ്ഥയിൽ തന്നെ എന്നിലായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഓരോ ദിവസവും നിങ്ങൾ അനുദിന ബലിയിൽ നിങ്ങളായിരിക്കുമ്പോൾ ഈ ദൈവസ്നേഹത്തെയാണ് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബലിപീഠത്തിൽ നിന്ന് നിങ്ങളൊരു ജീവിതം ആരംഭിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ജീവിതത്തിൽ ആ ബലിയിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച യേശു ക്രിസ്തുവിനെ നിങ്ങളിൽ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ മാലാഖയും നിൻ്റെ പേരിന് കാരണക്കാരനായ വിശുദ്ധനും വിശുദ്ധയും നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം. ആ ഒരു ബോധ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് മാറി ജീവിക്കുവാൻ, പ്രസാദപരത്തിൽ തന്നെ ആയിരിക്കുവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ ദൈവിക അവസ്ഥ എന്നിലുള്ളത് ഏതുവരെയാണ്? ഞാൻ ബോധപൂർവം അന്നേ ദിവസം ചെയ്യുന്ന പാപം വരെ ഈ കർത്താവിൻ്റെ ചൈതന്യം എന്നോടുകൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ബോധപൂർവം അന്നേ ദിവസം ചെയ്യുന്ന പാപം വരെ ഈ കർത്താവിൻ്റെ ചൈതന്യം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തെ പിറ്റേ ദിവസം വരെ
ഞാൻ കാത്തു സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെടുക ചെയ്യുന്നത്. സ്വർഗത്തിൽ നിന്നും ഒരു ബലിപീഠം നമുക്ക് തന്നു. ഈ ബലി അർപ്പിക്കുന്ന സമയത്ത് സകല വിശുദ്ധരും സകല മാലാഖമാരും സകല സ്വർഗനിവാസികളും ഈ അൾത്താരയിൽ ഈ ബലിക്ക് വേണ്ടി സന്നിഹിതരാകുന്നുണ്ടെങ്കിൽ ഈ ബലിയിൽ നിന്നും സ്വീകരിച്ചത്, ബലിപീഠത്തിൽ ആര് എന്ത് മുറിയപ്പെട്ടുവോ അതിനെ തന്നെ ഞാൻ ഉൾക്കൊള്ളുന്നതെങ്കിൽ അത് എൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ ഇതേ ചൈതന്യവും ഇതേ സാന്നിധ്യവും ഇതേ സംരക്ഷണവും എനിക്കും എൻ്റെ കർത്താവായ ദൈവം തരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അവിടെയാണ് ബലി സ്വീകരിക്കേണ്ടതിൻ്റെയും ബലി അർപ്പിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ബലിയിലൂടെ ഞാൻ സ്വീകരിച്ച ചൈതന്യം എൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ എന്നെ കീഴടക്കാൻ ശ്രമിക്കുന്ന, എന്നെ ഭരിക്കാൻ ശ്രമിക്കുന്ന, ഞാൻ ചെന്ന് വീഴാൻ സാധ്യതയുള്ള എല്ലാ പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ മാലാഖമാർ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, എന്നെ സംരക്ഷിക്കുന്നുണ്ട്, അതിൽ നിന്നും എന്നെ മാറ്റി നിർത്തുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ ചൈതന്യം എൻ്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, എത്രത്തോളം ഞാൻ ഉണർവോടും ഉന്മേഷത്തോടും ആത്മീയ ഉന്മേഷത്തോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ നിന്നാണ് സ്നേഹത്തിൻ്റെ തുടക്കം. ഒരു ദിവസത്തിൽ നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് സ്വീകരിച്ച പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദിവ്യ കാരുണ്യമാണ്. ദിവ്യ കാരുണ്യമാണ്. ആ കാരുണ്യത്തിന് പോലും, പ്രിയപ്പെട്ട ദൈവജനമേ, അർഹതയില്ലാത്ത സ്നേഹത്തിന് വിളിക്കുന്ന പേരാണ് കരുണ എന്നുള്ളത്. അത് ദിവ്യകാരുണ്യമായിട്ട് കർത്താവായ ദൈവം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഈ ദിവ്യകാരുണ്യമായിട്ട് ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ ഈശോയെ തന്നെ ഞാൻ സ്വീകരിക്കുമ്പോൾ അത് കരുണയായിട്ട് മറ്റുള്ളവരിലേക്ക് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ സ്വീകരിച്ചത് പരിശുദ്ധ കുർബാനയല്ല, വെറും ഒരു ഗോതമ്പപ്പത്തെ മാത്രമാണ്. അപ്പോൾ ഈ മനോഭാവത്തോടു കൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം പരിശുദ്ധ ബലിയിൽ നിന്ന് ഈശോയെ സ്വീകരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരിക്കലും ദൈവത്തിൻ്റെ ചൈതന്യം നമ്മിൽ കുടികൊള്ളത്തില്ല, ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ നിലനിൽക്കത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മളിൽ എത്രത്തോളം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടോ ഈ അഭിഷേകത്തെ കൺവേർട്ട് ചെയ്ത് പാപം നമ്മളെ കൊണ്ട് ചെയ്യിച്ച് ഈ അഭിഷേകത്തെ കൺവേർട്ട് ചെയ്ത് അവൻ ആവശ്യമായിട്ടുള്ള എനർജി കണ്ടെത്താൻ സാത്താൻ അറിയാമെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യം എൻ്റെ ഉള്ളിൽ ആയിരിക്കുന്നിടത്തോളം കാലം സാത്താൻ്റെ പ്രലോഭനം എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക് കടന്നു വരുവാൻ ഈ മാലാഖമാർ ഒരിക്കലും അനുവദിക്കത്തില്ല. സ്വീകരിച്ച ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകത്തിലായിരുന്നുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, വിശുദ്ധിയോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഹല്ലേലൂയ, സകല വിശുദ്ധരോട് ചേർന്ന് ഹല്ലേലൂയ, സകല മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ, സകല സ്വർഗീയ നിവാസികളോട് ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റവും വലിയ അഭിഷേകം കടന്നു വരുന്നത് സ്നേഹത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ കടന്നു വരുന്നതും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതും നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടതും സ്നേഹത്തിലൂടെയാണ്. നമ്മൾ ഈ ഒരു പെന്തക്കോസ്താനുഭവ ധ്യാനം നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിന് ആദ്യമേ വായിച്ചു, ശ്ലീഹന്മാരുടെ മേലും പരിശുദ്ധ അമ്മയോടുകൂടി ആയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിനാവിൻ്റെ രൂപത്തിൽ ഓരോരുത്തരുടെയും മേൽ ആവസിച്ചു. ഈ സ്വീകരിച്ചത് കൂട്ടായ്മയുടെ അഭിഷേകത്തിലാണ്. ഈ സ്വീകരിച്ച അഭിഷേകം എന്നും നിലനിൽക്കത്തക്ക വിധത്തിൽ അവരിലേക്ക് കടന്നു വന്ന അഭിഷേകമാണ്. ഈ അഭിഷേകം ഈ ജനസമൂഹം സ്വീകരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ മനോഭാവങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ലയിച്ച് ഒന്നായി ചേരാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും സംസ്കാരത്തിലും പങ്കാളികളായിക്കൊണ്ട് ഉദ്ധാനത്തെ നേരിട്ട് കണ്ട് സ്ലീഹന്മാർ ഈ പരിശുദ്ധ അമ്മയോടുകൂടെ പ്രാർത്ഥനയിലായിരുന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞു, ഗെത്സമേനി മുതൽ തുടങ്ങിയാലാണ് ഉദ്ധാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഗെത്സമേനിയിൽ തുടങ്ങാത്തവനൊരിക്കലും ഉദ്ധാനത്തിലേക്ക് എത്താനായിട്ട് പറ്റില്ല. ഗെത്സമേനിയിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ സഹനത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു. സഹനം
സ്വീകരിക്കുന്ന വ്യക്തിക്ക്, സഹനത്തെ വെൽക്കം ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരിക്കലും പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ആരെല്ലാം സഹനത്തിലായിരിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റും. ആരെല്ലാം സഹനത്തിൽ നിന്ന് മാറി സുഖത്തെ അന്വേഷിക്കുന്നുണ്ടോ, സഹനം ഒഴിവാകാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ടോ, അവർക്കതുപോലെ തന്നെ സ്നേഹിക്കാനും പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചൊരു പാഠമാണ് അത്. സഹനത്തെ ഒഴിവാക്കാൻ വേണ്ടി ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ഇതൊന്ന് എടുത്തു മാറ്റി താ എന്ന് പ്രാർത്ഥിക്കുന്നവരിൽ, ദൈവം അനുവദിച്ചതിനെ എടുത്തു മാറ്റാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ദൈവസ്നേഹവും കുറവായിരിക്കുകയുള്ളൂ. കാരണം ദൈവം അനുവദിച്ച സഹനം ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് നിനക്ക് അനുവദിച്ച സഹനമാണ്. ആ സഹനത്തെ ഒഴിവാക്കാൻ വേണ്ടി നീ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ടോ അത്രത്തോളം പ്രിയപ്പെട്ട ദൈവജനമേ ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ നിന്ന് പുറപ്പെടത്തില്ല. ഹല്ലേലൂയ. എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്. ആ കുടുംബം താമസിക്കുന്നത്, ആ കുടുംബം വന്നു ചേരുന്നതിന് മുൻപ്, ആ സ്ഥലം എടുക്കുന്നതിന് മുമ്പ്, അത് സ്ഥലം ഒരു സർപ്പക്കാവായിരുന്നു. അവിടെ ഒരു ചെറിയൊരു അമ്പലവും അതിനോട് ചേർന്ന് ഒരു സർപ്പക്കാവും, വർഷങ്ങളോളം അവിടെ സർപ്പപൂജ, സർപ്പാരാധന നടന്നിരുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്ത് ഈ കുടുംബം താമസിക്കുക. അപ്പോൾ ഞാനവിടെ ധ്യാനിപ്പിക്കാൻ വേണ്ടി അവരുടെ ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ, വർഷങ്ങൾക്ക് മുന്നേ അവരുടെ ഇടവകയിൽ ഇടവക ധ്യാനത്തിന് ഞാൻ ചെന്നപ്പോൾ ഈ വീട്ടിലാണ് എനിക്ക് അക്കോമഡേഷൻ തന്നത്. അപ്പോൾ ഈ വീട്ടിൽ അക്കോമഡേഷൻ തന്ന് ഞാൻ അങ്ങോട്ട് കയറി വീടിൻ്റെ എൻട്രൻസ് എത്താറാകുമ്പോൾ ഞാൻ കാണുന്നത് പാമ്പ് പത്തി വിരിച്ചിങ്ങനെ നിൽക്കുന്നതാണ്. ഈ പാമ്പ് പത്തി വിരിച്ച് നിൽക്കുന്നത് കണ്ണടക്കുമ്പോൾ ഇവരുടെ വീടിന് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് ഈശോ കാണിച്ചു തരിക. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പുറകോട്ടൊന്ന് മാറിയിട്ട് ഞാൻ അവിടുത്തെ ആളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെയാണോ താമസിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഇവിടെ തന്നെ താമസിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇവിടെ നേരത്തെ ഇവിടെ അമ്പലമോ കാവോ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടിയില്ല, ഞാൻ സ്വയം ബന്ധിച്ച് ഞാൻ അകത്ത് കയറി ഭക്ഷണം കഴിച്ച് അവിടെ താമസിക്കാൻ തുടങ്ങി. മീൻസ് അവിടെ രാത്രി ഏതാണ്ടൊരു 12-1 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ ഇങ്ങനെ കാണിക്കുകയാണ്. അവിടെ നടന്ന കംപ്ലീറ്റ് ആരാധനകളും ആചാരങ്ങളും എല്ലാം ഈശോ ഇങ്ങനെ കാണിച്ചു തന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഉറങ്ങിയില്ല. 1 മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ കിടക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വിഷൻ കിട്ടിയതുകൊണ്ട് കിടക്കാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും പ്രാർത്ഥനയിലായിരുന്നുകൊണ്ട് വീണ്ടും ഞാൻ തിരിച്ച് ധ്യാനം പള്ളിയിലേക്ക് വന്നു. പിറ്റേ ദിവസം രാവിലെ തൊട്ട് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഈവനിങ് ആണ് റിട്രീറ്റ്. 5 മണി മുതൽ രാത്രി 10 മണി വരെയാണ് റിട്രീറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ആ 5 മണി വരെയുള്ള സമയത്ത് അത്യാവശ്യം കുറച്ച് പേരെ കാണാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് താമസിക്കാൻ തന്ന പുള്ളിക്കാരുടെ വീട്ടിൽ ഇങ്ങനൊരു വിഷൻ ഈശോ കാണിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല ബ്രദറെ, ഞാനും മറ്റൊരു ഇടവകയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, നമുക്കൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛനോടെ പഴയ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഒരു കുടുംബ ക്ഷേത്രം അവരുടെ കാവ് ഇരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഈ സഹോദരനെ വിളിച്ചു അവരുടെ മുഴുവൻ ഫാമിലിയെ വിളിച്ചു. അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ശരീരത്തിൽ കാണിക്കുന്ന ചില അസ്വസ്ഥതകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മൊത്തം ഇവരെ നോക്കുമ്പോൾ അങ്ങനെ ഒന്നും ഇവരിൽ കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. എല്ലാ തരത്തിലും ഒരു പെർഫെക്റ്റ്ലി ഫിറ്റാണ്. അപ്പോൾ ഞാൻ അന്ന് രാത്രി പോകുന്നതിന് വരെ അന്ന് ഉച്ചയായപ്പോൾ തന്നെ ഞാൻ ആളെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഈ ഭവനത്തിലേക്ക് ചെന്ന്, അന്ന് രാത്രിയാണ് ഞാൻ ചെന്നത്, 10 മണിക്കാണ് കിടക്കാൻ വേണ്ടി ചെന്നത്. അപ്പോൾ ഞാൻ ഉച്ചയോടുകൂടി ചെന്നപ്പോൾ ഈ വീട്ടിൽ ഒത്തിരി പേരുണ്ട്, കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് ഇതൊന്നും ഇവരെ എഫക്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത്. കാരണം കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നവരാ, അപ്പനും അമ്മയും 2 മക്കളും വേറൊരു പെങ്ങള് കല്യാണം കഴിച്ചതിനെ വിട്ട് അവളും വന്നിട്ടുണ്ട് ധ്യാനത്തെ പ്രതി. ഇവരെല്ലാവരും വിവാഹിതരാണ്, 3 മക്കളും വിവാഹിതരാണ്. അവരുടെ മക്കളും എല്ലാം ആയിട്ട് സന്തോഷത്തോടെ ഒരു വ്യക്തിക്ക്, ഞാൻ ഈശോയോട് ചോദിച്ചു, കർത്താവ് ഇത്രയും ഒരു കെട്ടിൽ താമസിച്ചിട്ട് എന്തുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് കാണിക്കുന്നില്ല, എന്താ ഇതിൻ്റെ രഹസ്യം എന്താ ഈശോ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മ തന്ന സന്ദേശം എന്താണെന്നറിയോ? ഇവർ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഭിന്നിപ്പും ഇല്ല. അവിടെ 3 പേരും സഹോദരങ്ങൾ, 3 പേർക്കും അന്യോന്യം നല്ല സ്നേഹമാണ്. കെട്ടി വന്ന പെൺകുട്ടികളോടും ആ പയ്യനോടും ഒക്കെ ഇവർ പരസ്പരം സ്വന്തമായിട്ട് ഒരു കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സർപ്പത്തിൻ്റെയോ ഈ അമ്പലത്തിൻ്റെതായിട്ടുള്ള ഒരു തരത്തിലുള്ള എഫക്റ്റും ആ കുടുംബത്തിനില്ല. ഇന്നിവർ വലിയ പ്രാർത്ഥനക്കാരുമല്ല. സാധാരണ ഒരു കുടുംബ പ്രാർത്ഥനയും അനുദിന ബലിയർപ്പണവും മാത്രമേ ഉള്ളൂ അവിടെ. അതിനപ്പുറത്തേക്ക് എല്ലാ ധ്യാനങ്ങളിലും ഓടി നടന്ന് കൂടുകയോ എല്ലാ ടോക്കും അങ്ങനെ ഒന്നുമില്ല. TV ഒക്കെ വെച്ച് സിനിമയൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? എവിടെ സ്നേഹമുണ്ടോ അവിടെ തിന്മയുടെ ശക്തി പ്രബലപ്പെടത്തില്ല.
പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും പരസ്പര ഐക്യവും ഉള്ളിടത്ത് ഒരു എക്സോസിസവും വേണ്ടി വരില്ല. പരസ്പര സ്നേഹം ഉണ്ടോ, നിങ്ങൾക്കിടയിൽ സാത്താൻ്റെ ശക്തി ചാർജെടുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സമ്മതിക്കില്ല. പരസ്പരം സ്നേഹിക്കുന്നിടത്ത് ദൈവം തന്നെയുണ്ട്. ദൈവമുള്ളിടത്ത് അവനെ ആരാധിക്കാൻ ദൈവത്തിൻ്റെ മാലാഖമാരുമുണ്ട്. നമ്മൾ ഒത്തിരി വലിയ സംഭവങ്ങളൊന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഒത്തിരി വലിയ പ്രാർത്ഥനകളിലേക്കൊന്നും പോകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്നേഹം ഉള്ളിൽ നിന്ന് പുറപ്പെടണേ. വ്യവസ്ഥകളില്ലാത്ത സ്നേഹം നിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടാൽ നിൻ്റെ ജീവിതത്തെ ഭരിക്കാൻ ഒരു മാരക രോഗവും നിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരില്ല. നിൻ്റെ കുടുംബത്തിലുള്ളവരെ ഭരിക്കാൻ ഒരു തിന്മയുടെ ശക്തിക്കും നിൻ്റെ കുടുംബത്തിൽ പ്രവേശനം ഈശോ അനുവദിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയണത്. ഒരു തിന്മയുടെ ശക്തി ഞാൻ നേരിട്ട് കണ്ടതാണ്. അവിടെ അമ്മയുടെ സാന്നിധ്യമൊക്കെ എനിക്ക് പിന്നീട് ഈശോ കാണിച്ചു തരികയുണ്ടായി. എന്തുകൊണ്ടാണ്? അവരൊത്തിരി പ്രാർത്ഥിക്കുന്നവരോ ഒത്തിരി ജപമാല ചൊല്ലുന്നവരോ അല്ല. സ്നേഹമുണ്ടോ അവിടെ സ്വർഗമുണ്ട്. പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും ഉണ്ടോ, സ്വർഗമുണ്ട്. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. വ്യവസ്ഥകളില്ല. നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്കൊരു കണ്ടീഷനുണ്ട്. എന്നോട് ഇങ്ങനെ പെരുമാറിയാൽ ഞാനിങ്ങനെ സ്നേഹിക്കാം. ഇതാണ് മനുഷ്യൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം അതല്ല. നീ എത്ര പാപിയാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നതാണ് ദൈവത്തിൽ നിന്ന് എന്നിലേക്ക് പുറപ്പെടുന്ന സ്നേഹം. എൻ്റെ ഏത് പാപാവസ്ഥയിലും എൻ്റെ ഏത് കുറവുകളിലും എൻ്റെ കർത്താവൻ എന്നെ സ്നേഹിക്കാൻ ഒരു തടസ്സമില്ല. അവൻ എന്നെ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെ സ്നേഹിക്കും. അവനെ എത്ര ഞാൻ കുത്തി മുറിവേൽപ്പിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ എത്ര അയോഗ്യതയോടുകൂടെ യേശുവിനെ സ്വീകരിച്ചാലും നിന്ദിച്ചാലും പരിശുദ്ധ കുർബാന എത്രയോ തവണ നമ്മൾ അയോഗ്യതയോടെ സ്വീകരിച്ച് നിന്ദിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മുടെ നാവിലേക്ക് എൻ്റെ ഈശോ കടന്നു വരുന്നില്ല പ്രിയപ്പെട്ടവരെ. അവന് വേണമെങ്കിൽ ഒരു നിമിഷം ചിന്തിച്ചാൽ പോലെ ഇവൻ സ്ഥിരമായിട്ട് അയോഗ്യതയോടുകൂടിയാണ് സ്വീകരിക്കണേ. ഇവനെ നാളത്തോട്ട് ഇവന് ജീവന് വേണ്ടാന്നൊരു തീരുമാനം കർത്താവ് എന്നെ പ്രതി എടുത്താൽ അയോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നവർ മാത്രം വന്നാൽ മതി എന്ന് കർത്താവ് ഒരു തീരുമാനം എടുത്താൽ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആർക്കുണ്ട് യോഗ്യത ബലിക്ക് കടന്നു വരുവാൻ? എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം. അവൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥയില്ല. അൺകണ്ടീഷണൽ ലവ് ആണ് ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് പുറപ്പെടുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ സ്നേഹിക്കാൻ പറ്റുമോ പ്രിയമുള്ളവരെ? അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾ ഒത്തിരി ഒന്നും ചോദിക്കേണ്ട, ഈശോ തന്നെ നിങ്ങളിലേക്ക് ചൊരിഞ്ഞു തരും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഒത്തിരി ഒന്നും നിങ്ങൾ ചോദിക്കേണ്ടി വരില്ല. ഒത്തിരി ഒന്നും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉപവസിക്കുകയൊന്നും വേണ്ടി വരില്ല. പരസ്പരം സ്നേഹിക്കാൻ നിങ്ങളൊന്ന് തയ്യാറെടുത്ത് നോക്ക്. കെട്ടഴിയുന്നത് കാണാൻ പറ്റും. കെട്ടഴിഞ്ഞ് വീഴുന്നത് കാണാൻ പറ്റും. ഒന്ന് രണ്ട് കുടുംബങ്ങളിൽ മറ്റൊരു വിഷൻ ഈശോ തന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെ ഭയങ്കര പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അവരെല്ലാ ധ്യാനങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു കുടുംബമാണ്. അത് ചെറിയ ഒരു ധ്യാനങ്ങളല്ല കണ്ടക്ട് ചെയ്യുന്നത്, വലിയ വലിയ കൺവെൻഷനുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫാമിലി. ഈ ധ്യാനങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, വലിയ ധ്യാനം കണ്ടക്ട് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ദൈവത്തിൻ്റെ ചൈതന്യം ഇല്ലാതെ അവർക്ക് അത് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ജ്ഞാനം ആവശ്യമുണ്ട്. ഒരു ധ്യാനം കണ്ടക്ട് ചെയ്യുമ്പോൾ എൻ്റെ ആൾബലം കൊണ്ടൊന്നും ആവില്ല. അത് സ്വർഗം കൊടുക്കുന്ന ഒരു ഡിവൈൻ വിസ്ഡം ഉണ്ട്. ധ്യാനം കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിൽ നമ്മുടെ ഈ ലോകത്തിൻ്റെ ബുദ്ധി കൊണ്ടൊരു ധ്യാനം കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും വലിയ രൂപത കൺവെൻഷനൊക്കെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചൊരു ഡിവൈൻ വിസ്ഡം ആ കുടുംബത്തിലുണ്ടാവും. ഈ കുടുംബത്തിലുള്ള ഒരാൾ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത്, ആ കുടുംബം മൊത്തത്തിലാണ്. അതിലുണ്ട് 3 മക്കൾ, അത് 3 പെൺമക്കളാണ്. 3 പെൺമക്കളും അപ്പനും അമ്മയും അടങ്ങുന്ന കുടുംബമാണ്. ഇതേ കുടുംബവും ഇതുപോലെ തന്നെ ഒരു ധ്യാനം എന്നെ വിളിച്ചിട്ട് ഞാൻ ചെന്നിട്ട് ആ ധ്യാനം നടത്തിയില്ല. എനിക്ക് ആ ഡേറ്റ് ഒത്തില്ല, എൻ്റെ ഡേറ്റുമായിട്ട് ചേർന്നില്ല. അപ്പോൾ ഇവർ വിളിച്ച് ഞാൻ ചെന്ന് ഞാൻ ഇവർക്ക് വേണ്ടി ഇവർ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതാണ് ഈ രീതിയിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡേറ്റ് ചോദിച്ചപ്പോൾ ഡേറ്റുമായിട്ട് മാച്ച് ആവുന്നില്ല. ഞാൻ അത് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരാ. അപ്പോൾ അച്ഛൻ്റെ സാന്നിധ്യത്തിലാണ് സംസാരിക്കണേ. അപ്പോൾ തിരിച്ചു പോരുന്നതിന് മുമ്പ് ഇദ്ദേഹം എന്നെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വരുന്ന സമയത്ത് എന്നോട് ഒരു ചായ കുടിച്ചിട്ട് പോകാം ബ്രദറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ചായ കുടിച്ചിട്ട് പോകുന്ന നമ്മൾ അയാളുടെ വീട്ടിൽ കയറി ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ കയറി ചെന്നിട്ട് ആദ്യം ഇയാളോട് ചോദിച്ചു, ഭാര്യയുമായിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. കയറി ചെല്ലുന്ന തന്നെ ഞാൻ അറിയില്ല ഞാൻ എന്താ ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നേരെ നിന്നോട് ചോദിക്കാം, ഭാര്യയുമായിട്ട് എന്താ പ്രശ്നം ചേട്ടനെന്ന് ചോദിച്ചു.
ഇയാൾ ഷോക്കടിച്ച പോലെ ഇപ്പം ഇയാൾ എന്തോ ഒരു അനങ്ങുന്നില്ല, നടന്നു പോയ ആൾ പെട്ടെന്നാണ് സ്റ്റോപ്പായി. അപ്പോൾ എന്നോട് ചോദിച്ചു വൈഫിനായിട്ട് കണ്ടായിരുന്നു. ഞാൻ കണ്ടൊന്നുമില്ല. ഏതാ വൈഫെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഭാര്യയുമായിട്ട് മിണ്ടിയിട്ട് മാസങ്ങളായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുടുംബത്തിൽ മൂത്ത മകൻ്റെ വലതുകാല് തളർന്നിരിക്കുക. ഇളയ മകന് ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്കുണ്ട്. മൂത്ത മകളുടേതും ഇളയ മകളുടെയും ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്കുണ്ട്. 3 പെൺമക്കളാണ്. നടുക്കത്തതിൻ്റെ ഭർത്താവായിട്ട് അടിച്ച് പിരിഞ്ഞിട്ട് അതാണെങ്കിൽ അത് മറ്റൊരു വഴിക്ക് വേറെ ലെവലിലാവുകയാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇത്രയും ഈ 3 മക്കൾ, അപ്പനും അമ്മയും ധ്യാനം മാത്രം കണ്ടക്ട് ചെയ്യുന്ന ഫാമിലിയാണ്. ഈ 3 മക്കളും 3 തരത്തിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയേറെ ധ്യാനങ്ങളും മറ്റും കണ്ടക്ട് ചെയ്തിട്ടും എന്താ ഈ ഒരു അവസ്ഥ നിൽക്കണമെന്ന് ചോദിച്ചു. കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ എന്നാലും ഇയാൾ ഒന്ന് ചൊറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത് ദൈവം അനുവദിച്ച സഹനമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തേങ്ങാക്കൊലയാണ്, ദൈവം അനുവദിച്ച സഹനമൊന്നുമല്ല. ചേട്ടൻ എത്ര ധ്യാനം കണ്ടക്ട് ചെയ്താലും സ്വന്തം ഭാര്യയെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഒരു ധ്യാനവും ഇവിടെ മാംസം ധരിച്ചിട്ടില്ല ചേട്ടാ. ചേട്ടൻ എത്ര വലിയ ശുശ്രൂഷകൻ്റെ ധ്യാനം കൊണ്ടുവന്ന് ഏത് വലിയ കൺവെൻഷൻ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൊണ്ട്, ഈ ഭാര്യയും ഭർത്താവുമായിട്ടാണ് പോണേന്നേ, അതല്ലേ രസം ഇതില്ലേ. ഈ ധ്യാനം കണ്ടക്ട് ചെയ്യാനായിട്ട് ഇവർ രണ്ടും കൂടിയേ പോവുള്ളൂ, പക്ഷെ തമ്മിൽ സംസാരിക്കില്ല. അവിടെ ചെന്നിട്ട് അവർക്കൊരു ഡ്യൂട്ടി ഉണ്ട്, അവരുടെ വഴിക്കും ഈ മനുഷ്യൻ്റെ വഴിക്കും കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിച്ച് എല്ലാവരെയും കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. തമ്മിൽ സംസാരിച്ചിട്ടില്ല ഇവർ മാസങ്ങളായിട്ട്. ആ കുടുംബം കെട്ടുപിണഞ്ഞ് കെട്ടടങ്ങി കിടക്കുക. എത്ര ധ്യാനങ്ങൾ, എല്ലാ ധ്യാനങ്ങളും ഉണ്ട്, അതനുസരിച്ച് ടോക്കുകൾ. വീട്ടിൽ ചെന്നാൽ ഇങ്ങനെ ടോക്കുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ആരുടെയൊക്കെയാന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ ടോക്കും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ ഓരോരുത്തരുടെയും ടോക്ക് വേറെ ഒരു ചാനൽ അവർ പ്ലേ ചെയ്യുന്നില്ല. വീട്ടിൽ ടോക്കുകൾ മാത്രം കേൾക്കുക. ഒരെണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കണ്ണെടുത്താൽ ഒറ്റ എണ്ണത്തിനെ കണ്ടുവിടാം. ഏതാ ബെസ്റ്റ് പ്രിയപ്പെട്ടവരെ? ഞാൻ ആദ്യം പറഞ്ഞ ഫാമിലിയാണോ ഇതാണോ ഏതാ നല്ലത്? ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുന്നത് നിൻ്റെ പ്രാർത്ഥനയുടെ അളവനുസരിച്ചിട്ടൊന്നുമല്ല. നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടോ, നീ ആയിരിക്കുന്നിടത്ത് അവൻ അത്ഭുതം പ്രവർത്തിക്കും. നിൻ്റെ ഉള്ളിൽ നിന്ന് നിൻ്റെ കുടുംബത്തിലുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം പുറപ്പെടുന്നുണ്ടോ, നീ ആയിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ കരുണ ഒഴുകും. പ്രിയപ്പെട്ടവരെ, വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഒത്തിരി വലിയ കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. കൃപയെ അന്വേഷിച്ച് നിങ്ങൾ എന്താ വല്ല മല കയറിയൊന്നും മുകളിൽ പോയി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ താഴെ ഇരുന്നാൽ മതി. അവിടെ ഇരിക്കുന്നിടത്ത് സ്നേഹത്തോടു കൂടെ ആയിരുന്നാൽ മതി. ചിരിക്കുന്ന ഒരു മുഖം ഉണ്ടായാൽ മതി. നിങ്ങളുടെ മുഖത്ത് ചിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ മതി. നിങ്ങളെ വെറുക്കുന്നവരെ സ്നേഹിക്കാനായിട്ടൊരു മനസ്സുണ്ടായാൽ മതി. നിങ്ങളെ ഒറ്റപ്പെടുന്നവരെയും കുറ്റപ്പെടുന്നവരെയും നിന്ദിക്കുന്നവരെ സ്നേഹിക്കാനുള്ള മനസ്സ് നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നീ സ്നേഹിക്കുന്ന സ്നേഹം ദൈവസ്നേഹമാണ്. നിന്നിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹം ദൈവസ്നേഹമാണ്. അതിന് ആഴമുണ്ട്. ആ ആഴത്തിൽ നിന്ന് കൃപ പൊട്ടി പുറപ്പെടുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് ഒരു വൈദികൻ വിടുതൽ ശുശ്രൂഷ നടത്തുമ്പോൾ ഞാനവിടെ കൂടെ നിൽക്കാം. അപ്പോൾ ഈ വിടുതൽ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ഈ അച്ഛൻ ബന്ധിച്ചുകൊണ്ടിരിക്കുക. ബന്ധിച്ച് എന്ത് ചെയ്തിട്ടും ഇവളെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇവളെ വിട്ടു പോകില്ല. ഇത് തന്നെ അരൂപി വിളിച്ചു പറയുന്നു, ഞാനെപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കാം. എന്ത് ചെയ്തിട്ട് ഇത് വിട്ടു പോകുന്നില്ല, എന്ത് ചെയ്തിട്ടും വിട്ടു പോകുന്നില്ല. അപ്പോൾ ഈ അച്ഛൻ വീണ്ടും വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്ക്, സംഭവം തീരാനില്ല, എനിക്ക് ശുശ്രൂഷ കയറാനുള്ളതാണ്. ഞാനിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ അവൾക്ക് പൈശാചികതയല്ല അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചാൽ എന്താ ബ്രദർ എന്ന് വെച്ചപ്പോൾ ഞാൻ അവളുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ അവസ്ഥയിലാണ് അതിരിക്കണത്. ഭർത്താവിനോടുള്ള വെറുപ്പിലാണ് സ്പിരിറ്റ് ഇരിക്കണമെന്ന് ഈശോ പറയണത്. നമ്മൾ ചിന്തിക്കും, ഒരു അരൂപി, ഒരു പൈശാചികത നമ്മളിൽ പ്രവേശിച്ചാൽ ഇതിന് നമ്മളിൽ റെസ്റ്റ് ചെയ്യാൻ, നമ്മളിൽ ഇരിക്കാൻ ഒരു സീറ്റ് നമ്മൾ കൊടുക്കണം അതിന്. അതല്ലാതെ നമ്മളിൽ ഇരിക്കത്തില്ല. ഒരു തിന്മയുടെ ശക്തിക്കും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളിരിക്കാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. ഏത് അരൂപികളെയും ബന്ധിച്ച് പുറത്താക്കാൻ പറ്റും. പക്ഷേ സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്, അഴുക്ക്, വ്യഭിചാര ദുർഭൂതം,
പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്പിരിറ്റ്, ഈ ഒരു അരൂപിയെ നമ്മൾ വെൽക്കം ചെയ്യാണ്. കാരണം ഈ പാപം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന പാപമാണ് വ്യഭിചാരം. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത പാപം വ്യഭിചാരമാണ്. കാരണം എൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന തിന്മ ഞാൻ ചെയ്തു. എൻ്റെ ശരീരം ആഗ്രഹിച്ചു, ഞാൻ ആ പാപം ചെയ്തു. ആ അരൂപിയെ ഞാൻ വെൽക്കം ചെയ്തു. ആ അരൂപി വെൽക്കം ചെയ്യപ്പെട്ടു, എന്നിൽ വസിക്കുന്നു. ബാക്കി നിങ്ങൾ ഏതെടുത്തോ, ഒരു രോഗത്തിൻ്റെ സ്പിരിറ്റ്, ഒരു രോഗാവസ്ഥയുടെ അരൂപി, കലഹത്തിൻ്റെ അരൂപി, ഇതിനൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. ബൈ ചാൻസ് ഇതെല്ലാം എന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല, ഞാൻ വെൽക്കം ചെയ്തിട്ടില്ല. എനിക്കെതിരെ ചെയ്യുന്ന ഏതെങ്കിലും മന്ത്രവാദം, കൂടോത്രം, ഇതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. എനിക്കെതിരെ നടക്കുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെയൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്, വ്യഭിചാരത്തിൻ്റെ, അശുദ്ധിയുടെ ആ ഒരു ദുർബോധം എന്ന് പറയുന്ന അവസ്ഥ, അതിൻ്റെ തന്നെ വകഭേദമാണ് ലഹരിയുടെ ദുരാത്മാക്കൾ. മീൻസ് മദ്യത്തിൻ്റെ മറ്റ് ലഹരി ഉപയോഗങ്ങൾ. ഇവിടെയും അതിനെയും ഞാൻ വെൽക്കം ചെയ്യാണ്. ആരും എൻ്റെ വായിൽ കൊണ്ടുവന്നിട്ട് മദ്യം ഒഴിച്ച് നിർബന്ധിച്ച് തരുകയല്ല, ഞാൻ ഇഷ്ടത്തോടെ സ്വീകരിക്കുകയാണ്. ഈ സ്വീകരിക്കപ്പെട്ട ഈ അരൂപികൾ എന്നിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇത് എന്നിൽ ഇരിക്കാനായിട്ട് ഒരു സീറ്റ് അത് കണ്ടെത്തും. ഈ സീറ്റ് കണ്ടെത്തുന്നത് ഏറ്റവും ഫസ്റ്റ്ലി നമ്മൾക്ക് ആരോട് വെറുപ്പുണ്ടോ അവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഈ വ്യഭിചാര ദുർബോധം കടന്നു വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ആദ്യം ഇരിക്കുന്നത് കൗദാശികമായിട്ട് ഒന്നായി, വിവാഹം എന്ന കൂദാശ വഴി ഒന്നാക്കി ചേർക്കപ്പെട്ട ദമ്പതികളിൽ ഈ അരൂപി ആദ്യം വരും. വ്യഭിചാര ദുർബോധം അവരെ കൊണ്ട് ദാമ്പത്യ ധർമ്മം നിർവഹിക്കാൻ അനുവദിക്കത്തില്ല. നേരെ മറിച്ച് മറ്റു സ്ത്രീകളോടോ മറ്റു പുരുഷന്മാരോടോ അത് യാതൊരു കുഴപ്പവും ഉണ്ടാവത്തുമില്ല. അപ്പോൾ ആ അരൂപി ആദ്യം ഇരിക്കാനായിട്ട് ഇത് കണ്ടെത്തുന്നത് ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്കും ഭർത്താവിനോടും വെറുപ്പുളവാക്കിക്കും, എന്തെങ്കിലും കാരണം കൊടുത്തുകൊണ്ട്. ഈ വെറുപ്പ് അതിനിരിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സീറ്റാണ്, അവിടെ ഇരിക്കും. ഇത് പോകത്തില്ല. കാരണം ഇതിനെ ഞാൻ സ്വീകരിച്ച് ക്ഷണിച്ച് ചെണ്ടമേളവും വാദ്യമേളവും ഒക്കെ ആയിട്ട് സ്വീകരിച്ച് അകമ്പടിയോടുകൂടെയാണ് ഞാൻ കയറ്റി ഇരുത്തിയിരിക്കണേ, പോവില്ല. ഇതിരുന്ന് കഴിഞ്ഞാൽ ഇത് നമ്മളെങ്ങനെ ഒഴിവാക്കാൻ നോക്കിയാലും പോകില്ല. ഈ സ്പിരിറ്റ് ഓഫ് ലസ്റ്റ് നമ്മളിലുണ്ടോ, അലസത, മടി, ക്ഷീണം, തളർച്ച, ഉറക്കം, നിരാശ, ഇതെല്ലാം ഇതിൻ്റെ ലോ റാങ്കിങ് സ്പിരിറ്റ്സ് ആണ്. ഈ സ്പിരിറ്റ് ഓഫ് ലസ്റ്റ് എന്ന് പറയുന്നത് ഹൈ റാങ്കിങ് സ്പിരിറ്റ് ആണെങ്കിൽ അതിൻ്റെ തന്നെ അണ്ടർ കൺട്രോളിൽ വരുന്ന ലോ റാങ്കിങ് സ്പിരിറ്റാണ് ഈ പറയുന്നതെല്ലാം. ഇതെല്ലാം ഉണ്ടാകും. ഈ പോണോഗ്രഫിക്ക് അഡിക്റ്റഡ് ആകുന്ന യൂത്തിനെ നിങ്ങൾ എടുത്തു നോക്കിക്കോ, അവരാഗ്രഹിക്കുന്നത് ഒരു ഒറ്റപ്പെടലാണ്. ഒരു ഫോണുമായിട്ട് ഒരു മൂലയിലേക്ക് അവർ ഒതുങ്ങും. ആരും വേണ്ട അവർക്ക്. അവരൊരു മൂലയിലേക്ക് ഒതുങ്ങി അവിടെ സ്വസ്ഥമാകാൻ നോക്കും. കാര്യം എന്താണെന്നറിയോ, ഈ അരൂപിയുടെ പ്രത്യേകത, ഈ അശുദ്ധിയുടെ അരൂപിയുടെ പ്രത്യേകത, ബന്ധങ്ങളിൽ നിന്നത് നമ്മളെ മുറിച്ചു മാറ്റും. വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ചേരുകയാണെങ്കിൽ ആ സ്ത്രീയും പുരുഷനും തമ്മിൽ ചേരുക, അതായത് കൗദാശികമല്ലാത്ത രീതിയിൽ പാപകരമായ അവസ്ഥയിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ചേരുന്നതാണ് വ്യഭിചാരം എന്ന് പറയുന്നതെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ഡയറക്ഷനിലേക്ക് കൗദാശികമായിട്ട് ചേരേണ്ടത് അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, സഹോദരന്മാർ, അതിനെ തമ്മിൽ ഇതിങ്ങനെ അകറ്റി കൊണ്ടുവരും. ഇത് പാപകരമായിട്ട് ചേരുകയും അനുവദിക്കപ്പെട്ടിട്ടുള്ളതിനെ അകറ്റുകയും ചെയ്യും. അനുവാദത്തോടുകൂടെ ചേരേണ്ടതിനെ അകറ്റുകയും അനുവാദമില്ലാത്തത് തമ്മിൽ ചേരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഈവിൾ സ്പിരിറ്റാണ് വ്യഭിചാര ദുർബോധം. ഇത് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? സ്വയംഭോഗമായിട്ട്, മൃഗഭോഗമായിട്ട്, സ്വവർഗഭോഗമായിട്ട് ഒക്കെ, വ്യഭിചാരമായിട്ട് ഒക്കെ ഇത് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഇതിനെ ഞാൻ ക്ഷണിച്ചു വരുത്തിയതാണ്. ഇത് നിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? അതുമൂലം നിൻ്റെ ബ്ലഡ് റിലേഷനിലുള്ള എല്ലാവരിലേക്കും ഇതിന് സ്വാധീനം കിട്ടും. നീ വിചാരിക്കണ്ട ഇത് എന്നിൽ ഞാൻ മാത്രം ചെയ്യുന്ന പാപമാണെന്ന് വിചാരിച്ച് നീ ഇരിക്കണ്ട. നീ ഈ പാപം ചെയ്തിട്ടുണ്ടോ? നിൻ്റെ എന്താ പറയുക, ആങ്ങളമാര്, അനിയത്തിമാര്, പെങ്ങന്മാര്, നിൻ്റെ മാതാപിതാക്കൾ, എല്ലാവരിലേക്കും
ഇതിൻ്റെ അംശം പോയിട്ടുണ്ടാവും. ഇവിടെ നീ ചെയ്യുന്ന പാപത്തിൽ അവിടെ അവർ രണ്ടും തമ്മിൽ അടി തുടങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തും. ഇത് ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യണം, ഞാനും ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, വേറെ ആരും ഒന്നും അറിയുന്നില്ല, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ മാന്യനാ. പ്രിയപ്പെട്ടവർ, നീ ഈ പാപം ചെയ്യുമ്പോൾ നിന്റെ കുടുംബത്തിൽ ബാക്കിയുള്ള കൗതാശികപരമായിട്ട് കൂടിച്ചേർന്ന സകല ബന്ധങ്ങളും താറുമാറായി തുടങ്ങും. അവിടെ ഒരിക്കലും ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത രീതിയിൽ ഈ അരൂപി ഇരുന്ന് വളം വെച്ച് അത് വളരും. പ്രിയപ്പെട്ടവരെ, ഈ സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ, അഭിഷേകത്തെ കെടുത്തിക്കളയും. അപ്പോൾ ഈ അച്ഛൻ ഇത് മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ ഇതൊറ്റയടിക്ക് പോകും. അച്ഛനൊരു കാര്യം ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഈശോ പറയണത്, അവളുടെ ഭർത്താവുമായിട്ട് അവൾക്ക് എന്താണ് സ്നേഹക്കുറവ്, അച്ഛനൊരു കാര്യം ചോദിച്ചാൽ മതി എന്ന്. അപ്പോൾ നമുക്കറിയാം, ഇത് മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മിനിസ്റ്ററി ചെയ്യുമ്പോഴാണ് ഈ വ്യക്തി മറ്റൊരു തലത്തിലേക്ക് വരുന്നത്. മിനിസ്റ്റർ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും സാധാരണ മാനുഷികാവസ്ഥയിലേക്ക് വരും. അപ്പോൾ ആ സാധാരണ മാനുഷികാവസ്ഥയിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ വിളിച്ചിരുത്തി കൗൺസിലിംഗ് അച്ഛൻ ചെയ്യുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു, നിനക്ക് ഭർത്താവുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. അതിൻ്റെ കാരണം എന്താ? ഞാൻ ഇന്ന പാപത്തിലാണ് ജീവിക്കണേ. അപ്പോൾ ഇവളിൽ പ്രവേശിച്ച ഈ അരൂപി ഇരിക്കുന്നത് ഭർത്താവുമായിട്ടുള്ള വെറുപ്പെന്ന് പറയുന്ന സീറ്റിലാണ്. അപ്പോൾ അച്ഛൻ അതോടുകൂടെ കുമ്പസാരത്തിൽ അവളെ കൊണ്ട് കുമ്പസാരിപ്പിച്ച് പാപമോചനം കൊടുത്ത് അവളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ആരംഭിച്ചപ്പോൾ ഒറ്റയടിക്ക് അത് വിട്ടുപോയി. എന്തുകൊണ്ടാണ്? എവിടെ സ്നേഹക്കുറവുണ്ടോ അത് പിശാചിന് വളമാണ്. അവിടെ അവൻ സ്വസ്ഥമായിട്ടിരുന്നോളും, ഒരാളുടെയും സഹായം അവന് വേണ്ട. അതവിടെ ഇരുന്ന് വളർന്ന് അതിൻ്റെ വേര് ഇതിൻ്റെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട എല്ലാവരിലേക്കും അതിൻ്റെ വേര് ഇറങ്ങി ചെല്ലും. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് അനുഭവ ധ്യാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പെന്തക്കോസ്ത് അനുഭവമായിട്ട് നിങ്ങൾക്ക് കിട്ടണം ഈ ധ്യാനം എന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ക്ഷണിച്ചു വെച്ചിരിക്കുന്ന ഏതെല്ലാം അരൂപി ബോധപൂർവം ചെയ്യുന്ന പാപങ്ങളെല്ലാം നിങ്ങൾ വെൽക്കം ചെയ്ത സ്പിരിറ്റാണ്, നിൻ്റെ ഉള്ളിലൊരിക്കുന്ന വെൽക്കം ചെയ്ത സ്പിരിറ്റാണ്. ഇതിനെ നീ ഉപേക്ഷിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാഭിഷേകത്തെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും മേടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകാനും പറ്റുള്ളൂ. വെൽക്കം ചെയ്തിരിക്കുന്ന മദ്യത്തെ നിങ്ങൾ ഇന്നു മുതൽ ആട്ടിപ്പായിക്കണം. ഈശ്വരനാമത്തിന് സ്വീകരിച്ചതാ, അല്ലാതെ ആരും നിർബന്ധിച്ച് എൻ്റെ വായിലേക്ക് കൊണ്ടുവന്ന് ഒഴിക്കുകയല്ല. വ്യഭിചാരം നിർബന്ധിച്ച് ചെയ്യിക്കുന്നതല്ല, ചെയ്യുന്നതാ. അവിടെ ഒരു ഇഷ്ടമുണ്ട്, അവിടെ ഒരു താല്പര്യമുണ്ട് ശരീരത്തിൻ്റെ. തെറ്റാണെന്ന് മാത്രമേ ഉള്ളൂ. ശരിയായ ഇഷ്ടവും ശരിയായ താല്പര്യമല്ല. ചെയ്തിട്ടുണ്ടോ കെട്ടും മുറുകിക്കൊണ്ടിരിക്കും, അഴിയത്തില്ല, കൃപ വർദ്ധിക്കത്തില്ല, പ്രാർത്ഥിക്കാനും പറ്റത്തില്ല. ഈ അരൂപി രണ്ടും നിങ്ങളിലുണ്ടെങ്കിൽ, വെറുപ്പിൻ്റേതും ഇത്തരത്തിലുള്ള അശുദ്ധിയുടേതും മദ്യത്തിൻ്റേതും ഉറക്കത്തിൻ്റെയും ക്ഷീണത്തിൻ്റെയും തളർച്ചയൊക്കെ നിങ്ങൾക്ക് ബാക്കിയുണ്ടാവും. ഈ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒന്നിനൊരു ഉത്സാഹം ഉണ്ടാവില്ല. വ്യഭിചാര ദുർബോധം നമ്മുടെ മക്കളിൽ ആവസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, അവർ പഠനത്തിൽ നിന്ന് നേരെ പുറകോട്ട് പോകും. വ്യഭിചാര ദുർബോധം മക്കളിലുണ്ടോ, അതുവരെ പഠിച്ചുകൊണ്ടിരുന്ന മക്കൾ പിന്നെ പഠിക്കത്തില്ല, അലസത സ്റ്റാർട്ട് ചെയ്യും. വ്യഭിചാര ദുർബോധത്തിൻ്റെ അരൂപി നമ്മുടെ മക്കളിലുണ്ടോ, അവർ രാവിലെ എഴുന്നേറ്റിരുന്ന മക്കൾ രാവിലെ എഴുന്നേക്കത്തില്ല. വ്യഭിചാര ദുർബോധത്തിൻ്റെ അരൂപി നമ്മുടെ മക്കളിലുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റാൽ തന്നെ ഒരു കൈത്താങ്ങിന് പോലും, ഒരു പേപ്പറിൻ്റെ കഷ്ണം പോലും മാറ്റിവെക്കാൻ കുടുംബത്തിന് ഉപകാരം ഉണ്ടാവില്ല. ആ രീതിയിൽ ഈ മക്കൾ സ്വന്തം സെൽഫിഷായിട്ട് മാറും. കാരണം ഈ വ്യഭിചാര ദുർബോധം അവനവൻ വിളിച്ചു വരുത്തുന്ന അശുദ്ധിയുടെ ഒരു ആത്മാവിൻ്റെ മേഖലയാണ്, സൈത്താനികമായിട്ടുള്ള. അത് നിന്നിലേക്ക് കടന്നു വരാൻ നീ പെർമിഷൻ കൊടുത്ത് അത് നിന്നിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികൾ, ഈ മക്കൾ ഒരിക്കലും ഉന്നതി പ്രാപിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, അവരിപ്പോൾ പഠിച്ച് നല്ലൊരു റാങ്കോടുകൂടെ അവരുടെ ആ ഒരു ഏതെങ്കിലും അവരെടുക്കുന്ന ഡിഗ്രി ക്വാളിഫൈഡ് ആയാൽ പോലും അതിൽ നിന്ന് അവർക്കൊരു ജോലി കിട്ടില്ല. ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ ചെയ്ത കോഴ്സുകളൊന്നും അവർക്ക് ഉപകാരപ്പെടില്ല. ജോലിയില്ലാതെ നടക്കും. ജോലി കിട്ടി വിവാഹത്തിലേക്ക് പ്രവേശിച്ചോ, ഈ ദുർബോധവരുടെ കൂടെ ഉണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം താറുമാറായിരിക്കും. ദാമ്പത്യ ജീവിതം താറുമാറായില്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാക്കാനോ ഒന്നിനും ഇവർ താല്പര്യപ്പെടത്തില്ല. അതങ്ങനെ തന്നെ ഇരുന്ന് ക്ഷയിച്ചു പോകും, ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തിയുടെ ആത്മാവ് നശിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തരത്തിൽ നിങ്ങൾ ഏതിനെയെല്ലാം സ്വീകരിച്ച് ആത്മാവിൽ കുടിയിരുത്തിയിട്ടുണ്ടോ
അതിനെ വെറുത്തുപേക്ഷിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. അതിനെ വെറുത്തുപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും, കൃപ സ്വീകരിക്കാൻ പറ്റും, അഭിഷേകത്തിൽ നിലനിൽക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശുദ്ധിയോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ഹല്ലേലൂയ, പരിശുദ്ധമ്മയോട് ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ആ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പ്രവചന വരങ്ങൾ ഒന്നാമത്തേത്, 2 സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും മെസ്സേജസ് ഉണ്ടായിരിക്കുന്ന അവസ്ഥ, എല്ലാ ജ്ഞാനവും എനിക്കുണ്ടായിരിക്കുക, ആ ഒരു എന്താ പറയുക, ഒരു ഗ്രേസ് ഓഫ് വിസ്ഡം, ഇതെല്ലാം എനിക്കുണ്ട്. 3 കൃപകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് എനിക്ക് ദർശനങ്ങൾ ലഭിക്കുക, രഹസ്യങ്ങളെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ ലഭിക്കുന്നൊരവസ്ഥ, അതൊന്ന്. രണ്ടാമത്തേത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചന വരം എനിക്കുണ്ട്, രണ്ടാമത്തേത്. മൂന്നാമത്തേത് ജ്ഞാനത്തിൻ്റെ വരം. ഈ 3 വരം എനിക്കുണ്ടെങ്കിൽ തന്നെയും ഈ 3 വരത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ 3 വരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ മുഴുവൻ ചൈതന്യം, സ്വർഗീയ രഹസ്യങ്ങളുടെ കലവറയാണ് ഈ മൂന്ന് വരങ്ങൾ. അതുകൊണ്ടാണ് ബാക്കിയുള്ളതിനെ പറ്റി പറയുന്നില്ല. ഈ 3 വരങ്ങൾ എനിക്കുണ്ടെങ്കിൽ തന്നെ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ചൈതന്യം നിങ്ങളിലേക്ക് കടന്നു വരും. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്താ അവിടെ നിങ്ങൾക്ക് നൽകും. വാഗ്ദാനം നിറവേറ്റപ്പെടും, അവൻ നിങ്ങൾക്ക് നൽകും കൃപകൾ. ഈശോ ഈ കൃപകളെല്ലാം തന്നിട്ട് ഈശോ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ്, നീ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്തു പ്രയോജനം? നിങ്ങൾ ഇത്രയും കൃപകളെല്ലാം സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ നിറവുകളെല്ലാം സ്വീകരിച്ച്, സ്വന്തം ആത്മാവിന് കൊടുക്കേണ്ട ഇന്ധനം എന്ന് പറയുന്ന സ്നേഹം നീ കൊടുക്കാതിരിക്കുകയും ആത്മാവ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നീ പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ ശുശ്രൂഷ ജീവിതം കൊണ്ട്, നിൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട്, നിൻ്റെ ആത്മീയ ജീവിതം കൊണ്ട് യാതൊരുവിധ ഗുണവും നിനക്കുണ്ടാവത്തില്ല, ഒരു ഗുണവും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് സ്നേഹിക്കാൻ പറ്റാത്തവൻ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ചോദിക്കരുത്. കാരണം പരിശുദ്ധാത്മ അഭിഷേകം നിനക്ക് കർത്താവ് തന്നാൽ നീ അതിന് കണക്ക് കൊടുക്കേണ്ടവനാണ്, ബാധ്യസ്ഥനാണ്, മറക്കരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കൃപകളും ദൈവം തിരിച്ചെടുക്കത്തില്ല. ഏത് കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ, പ്രാർത്ഥിക്കാനുള്ള വരമോ, മധ്യസ്ഥ പ്രാർത്ഥന വരമോ, പ്രവചന വരമോ, ഭാഷാവരമോ, ഇതൊന്നും നമ്മളിൽ നിന്ന് നമ്മുടെ കർത്താവ് തിരിച്ചെടുക്കത്തില്ല. നീ ഏത് പാപാവസ്ഥയിലാണെങ്കിലും ഇതൊന്നും നമ്മളിൽ നിന്ന് നമ്മുടെ ദൈവമായ കർത്താവ് തിരിച്ചെടുക്കത്തില്ല. കാരണം നിനക്ക് തന്നതിനെക്കുറിച്ച് കർത്താവിന് കണക്കുള്ളതുപോലെ തന്നതിനെക്കുറിച്ച് കർത്താവ് നിന്നോട് കണക്ക് ചോദിക്കുകയും ചെയ്യും. നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൃപ എത്രത്തോളം നീ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി കർത്താവ് നിന്നോട് കണക്ക് ചോദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നിന്നോട് കണക്ക് ചോദിക്കും. നീ വിചാരിക്കും ഇത് തന്നിരിക്കുന്ന എല്ലാം അവിടെ ഇരിക്കട്ടെ എന്ന്. അല്ല, ഒരു കൃപ, ഒരു അഭിഷേകം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഭിഷേകത്തിൽ നിന്നും നീ പ്രാപിക്കേണ്ട ഒരു വിശുദ്ധി, അല്ലെങ്കിൽ നീ സ്വീകരിക്കേണ്ട ഒരു ചൈതന്യം കൂടെ നിൻ്റെ ഈ അഭിഷേകത്തോടു കൂടെ ദൈവം നിനക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. നിനക്കൊരു അഭിഷേകം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ അഭിഷേകത്തിൽ നിന്നും നീ സ്വീകരിക്കേണ്ട, നീ കൊടുക്കേണ്ട ആത്മാക്കളുടെ എണ്ണം നിൻ്റെ മേലെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കൃപയും വെറുതെ നിനക്കൊരു ഭംഗിക്ക് വേണ്ടി ദൈവം തരുന്നതല്ല. ഒരു കൃപ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ എത്ര ആത്മാക്കളെ നീ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതിൻ്റെ കണക്കും നിൻ്റെ തലയിൽ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. നിൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നീ തിരിച്ചു കൊടുക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ മുമ്പിൽ നീ കടക്കാരനാ. കടം വീട്ടുന്നത് വരെ നീ പുറത്ത് നിൽക്കേണ്ടി വരും. കടം വീട്ടി തീർക്കുന്നത് വരെ നീ പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും. ഒരു ഡൗട്ടും ഇല്ല കാര്യത്തിൽ. ദൈവം നിനക്ക് ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. ദൈവം നിനക്ക് എന്താ പറയുക, കൃപ തന്നിട്ടുണ്ട്, അഭിഷേകം തന്നിട്ടുണ്ട്. ഈ അഭിഷേകം സ്വീകരിച്ച് ഞാൻ വീട്ടിലിരുന്നാൽ നീ ഈ അഭിഷേകത്തിലൂടെ നേടിക്കൊടുക്കേണ്ട ആത്മാക്കളുടെ എണ്ണത്തിൽ കുറവ് വരുമ്പോൾ, അനുദിനം കുറവ് വരുമ്പോൾ, അപ്പോൾ ഒരു ദിവസം എത്ര എണ്ണം നിങ്ങളൊന്ന് ആലോചിക്കുക.
അനുദിനം കുറവ് വരുമ്പോൾ കർത്താവിന് കണക്കുണ്ടതിന്. ഓരോ കൃപയും ഉപയോഗിക്കും തോറും അതിൻ്റെ മൂർച്ച കൂടുമെന്നുള്ളത്. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ, ഉറങ്ങരുത്. ദൈവത്തെ ഓർത്ത് ഉറങ്ങരുത്. ഞാൻ ഇന്നലെ 3 മണിക്കും കിടന്നിട്ടില്ല. ആദ്യം ഉറക്കം കണ്ട ഞാനാ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഓൾ നൈറ്റ് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങല്ലേ. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയും അഭിഷേകവും എത്രത്തോളം ഉണ്ടോ പ്രിയപ്പെട്ടവരെ, അതിലൂടെ ദൈവത്തിന് തിരിച്ചു കൊടുക്കേണ്ട ആത്മാക്കളുടെ എണ്ണവും കർത്താവ് നമ്മുടെ തലയിൽ കുറിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളത് മറക്കല്ലേ. ഈ പെന്തക്കോസ്ത് അനുഭവ ധ്യാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? പെന്തക്കോസ്ത് അനുഭവ ധ്യാനം കൂടുന്ന വ്യക്തികൾക്ക് അവർ ഒരു ബാധ്യതയിലേക്ക് പ്രവേശിക്കുക. കാരണം ആദ്യത്തെ പെന്തക്കോസ്ത് അനുഭവ ധ്യാനത്തിൽ അവർ പരിശുദ്ധ അമ്മയും സ്നേഹന്മാരും കൂടെ നടത്തിയ ധ്യാനം. ആ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവാണ് ധ്യാന ഗുരു. പരിശുദ്ധാത്മാവ് ആ ധ്യാനം ലീഡ് ചെയ്തു. അവർക്ക് ഭാഷാപരവും പ്രവചനപരവും എല്ലാം ദൈവം കൊടുത്തിട്ട് ഇവരെ പറഞ്ഞയച്ച് ഇവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി അനേകം ആത്മാക്കളെ നേടി. ഈ പെന്തക്കോസ്ത് അനുഭവ ധ്യാനം കൂടുന്ന ഏത് വ്യക്തിക്കും ഇത് തന്നെയാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ധ്യാനം നിങ്ങൾ നിർഭാഗ്യവശാൽ നിങ്ങൾ ഈ ധ്യാനം കൂടിപ്പോയി. നിർഭാഗ്യവശാൽ നിങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുത്തു പോയി. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് കർത്താവിന് കണക്ക് കൊടുക്കേണ്ട ദിവസങ്ങൾ ആരംഭിച്ചിരിക്കുക. കാരണം പെന്തക്കോസ്ത് അനുഭവ ധ്യാനം കൂടിയ വ്യക്തികൾ, അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുന്നതല്ല. അത് കൃപ ഉപയോഗിക്കാനുള്ള ധ്യാനമാണ് പെന്തക്കോസ്ത് അനുഭവ ധ്യാനം. ആമേൻ. ഹല്ലേലൂയ. കാരണം നിങ്ങളതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? പെന്തക്കോസ്ത് അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു കുടുംബജീവനം നയിക്കാനുള്ള ധ്യാനമല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഈ ധ്യാനം കൂടിയിട്ട് അവരെല്ലാവരും വീട്ടിൽ പോയിട്ട് കഞ്ഞിയും കറിയും വെച്ച് സുഖമായിട്ട് മാറിക്കിടന്ന് ഉറങ്ങുകയല്ല ചെയ്തത്. ഈ ധ്യാനം കൂടിയിട്ട് അവർ ഭാര്യ മക്കളെ സുഖമായിട്ട് പോറ്റുകയല്ല ചെയ്തത്. രക്തസാക്ഷിത്വത്തിലേക്ക് പോകാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു പെന്തക്കോസ്ത് അനുഭവ ധ്യാനം. ദൈവത്തെ ഓർത്ത് ഈ ധ്യാനം കൂടരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ധ്യാനം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം കൂടുക. ആത്മാക്കളെ നേടിക്കൊടുക്കണം ഇന്ന് മുതൽ നിങ്ങൾ. അതല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും ഇന്ന് മുതൽ. ഞാനതല്ലേ പറഞ്ഞു, നിർബന്ധമായിട്ട് നിങ്ങൾ കൂടിയിരിക്കേണ്ട ധ്യാനം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു വരുത്തും. കാരണം നിങ്ങൾ ആത്മാക്കളെ നേടിയാൽ അത് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ പല തട്ടിപ്പും കാണിച്ച് നിങ്ങളെ ഈ ധ്യാനത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ പരമാവധി ശ്രമിക്കും. കൂടുന്ന നിങ്ങൾ ഇന്ന് തൊട്ട് ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുക. ഇന്നു മുതൽ ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് കിട്ടിയ അറിവുണ്ട്. ഞാനല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെയാണ് പ്രസംഗിക്കണം, ഞാനല്ല. എനിക്കൊന്നും അറിയത്തില്ല, പൊട്ടനാ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതേ തന്നിട്ടുള്ളൂ. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കാം, എൻ്റെ കയ്യിലൊരു പേപ്പറിൻ്റെ കഷ്ണം പോലും ഇല്ല. ബൈബിൾ മാത്രമേ ഉള്ളൂ. അത് തുറക്കുമ്പോൾ കിട്ടുന്ന എടുക്കുന്നത്. ഞാൻ അല്ലാതെ ഇന്നലെ രാത്രി ഇരുന്ന് എന്ത് പ്രസംഗിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുമില്ല. ജപമാല മാത്രമേ ചൊല്ലുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് അത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച കൃപ അനേകം ആത്മാക്കളെ നേടാനായിട്ടുള്ള ദൈവത്തിൻ്റെ ചൈതന്യം, അത് എങ്ങനെ നേടണം എന്നുള്ള അറിവും ആ അഭിഷേകത്തെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതും കിട്ടിയ കൃപ എങ്ങനെ നിലനിർത്തണമെന്നുള്ളതുമാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇതും കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് കഞ്ഞിയും കറിയും വെച്ച് പാത്രവും കഴുകി അവിടെ ഇരിക്കാമെന്നാണ് നിങ്ങളുടെ വിചാരം. എങ്ങനെ നടക്കില്ല. നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങണം ആത്മാക്കളെ നേടുന്ന പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്. ഒരു ദിവസം ഒരെണ്ണത്തിനെങ്കിലും നേടി ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റണം. നമുക്കറിയാം, നമുക്ക് ചുറ്റും പാപത്തിൽ ജീവിക്കുന്നവരുണ്ട്, മദ്യത്തിൻ്റെ അരൂപിൽ ജീവിക്കുന്നവരുണ്ട്, കുടുംബ കലഹമുള്ളവരുണ്ട്, ദാമ്പത്യ കലഹമുള്ളവരുണ്ട്, മക്കൾ എന്താ പറയുക മറ്റ് ലഹരിയുടെ ഉപയോഗത്തിൽ ജീവിക്കുന്ന മക്കളുള്ള കുടുംബങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഓരോ കുടുംബങ്ങളെ. ചെന്ന് കണ്ട് ഇവിടെ നിന്ന് കിട്ടിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ കൊണ്ട് കൊടുക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ നിറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇതാണ് പെന്തക്കോസ്ത്. അനേകരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെ അയക്കാൻ വേണ്ടി കർത്താവ് ശിഷ്യന്മാരെ ബലപ്പെടുത്തിയ ധ്യാനമാണ് പെന്തക്കോസ്ത് ധ്യാനം. ആ ശിഷ്യന്മാർ ആ ബലം സ്വീകരിച്ചതിന് ശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനവും ഏന്തിക്കൊണ്ട് അവർ പോവുകയാണ് ചെയ്തത്. 3 വരങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. കാരണം ഈ 3 വരങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അയൽവാസിയോട് നിനക്ക് സ്നേഹം ഉണ്ടാവണം, നിൻ്റെ മുന്നിൽ വരുന്ന വ്യക്തിയോട് നിനക്ക് സ്നേഹം ഉണ്ടാവണം. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ വരങ്ങൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ദൈവം തന്നിരിക്കുന്ന കൃപകളും വരങ്ങളും ദാനങ്ങളും നീ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളായിട്ട് മാറ്റപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. വീണ്ടും വചനം എടുത്ത് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, ഞാൻ
എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഇതെല്ലാം ശുശ്രൂഷ ജീവിതത്തിലുള്ളതാണ്. ശരീരത്തെ മറന്ന് ശുശ്രൂഷ ചെയ്യണം. അതാണ് ശരീരത്തെ ദഹിപ്പിക്കാൻ വിട്ടുകൊടുക്കൽ. സർവ്വസമ്പത്തും ദാനം ചെയ്യണം. അതായത് നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ നിനക്ക് എന്ത് പ്രയോജനം? അതല്ലെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആഹ്വാനം. ഈ ആഹ്വാനങ്ങളെല്ലാം ശ്ലീഹ വീണ്ടും വീണ്ടും നമ്മൾ ഉത്ബോധിപ്പിക്കുക. അതായത് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ശ്ലീഹ വീണ്ടും പറയുന്നത്. ഇതെല്ലാം നീ ചെയ്താലും സ്നേഹിച്ചില്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് ഈശോ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾ ഓരോന്ന് എടുത്തെടുത്ത് നോക്കിക്കോ. കർത്താവിൻ്റെ മുൻപിൽ വന്നവരെല്ലാം നീതിമാന്മാരായിരുന്നില്ല. അവർക്ക് സൗഖ്യവും വിടുതലും കൊടുക്കാനായിട്ട് പാപികളായിട്ട് വന്നവരിലും അയോഗ്യതയോടെ വന്നവരിലും അർഹതയില്ലാതെ വന്നവരിലും ഒരാളോടും കർത്താവ് പറഞ്ഞില്ല നീ പോയിട്ട് ഒരുങ്ങിയിട്ട് വാന്ന് ഈശോ പറഞ്ഞിട്ടില്ല. വന്ന എല്ലാവർക്കും വന്ന സമയത്ത് തന്നെ കർത്താവ് സൗഖ്യവും വിടുതലും ജീവനും കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയിൽ ഈ ഒരു കൃപയുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ എൻ്റെ സർവ്വസമ്പത്തും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ തീരുമാനമെടുക്കുക. ഇതും ഞാൻ കണ്ട ഒരു സ്ത്രീയുണ്ട്. ഏതാണ്ട് ഒത്തിരി സമ്പത്തുള്ളൊരു സ്ത്രീയുണ്ട്. ഒത്തിരി സമ്പത്ത്. ആ സ്ത്രീയുടെ സമ്പത്തിൻ്റെ ഞാൻ കണ്ടതാണ്. അവരുടെ സമ്പത്തിൻ്റെ മൊത്തം ഡോക്യുമെൻറ്റ്സ് എന്നാൽ നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ തികയില്ല, അത്രയുണ്ട്. ഈ സമ്പത്ത് മുഴുവൻ ഇവരൊരു ധ്യാനം കൂടി, ടൈലസിൻ്റെ അടുത്താണെന്ന് എനിക്ക് തോന്നുന്നു, ധ്യാനം കൂടിയതിനെ തുടർന്ന് അവിടെ നിന്ന് കിട്ടിയ ബോധ്യം അനുസരിച്ച് ഇവരെന്തെടുത്തെന്നറിയോ, കംപ്ലീറ്റ് ഇവർക്ക് അത്യാവശ്യം താമസിക്കാൻ ഒരു വീട് ഒഴികെ ബാക്കിയുള്ളതെല്ലാം പല ധ്യാന കേന്ദ്രങ്ങൾക്കും പല അനാഥാലയങ്ങൾക്കും ഒക്കെ ആയിട്ട് വിറ്റ് പൈസയായിട്ട് കൊടുത്തു. അത് വേൾഡ് വൈഡ് അവർ കൊടുത്തു. വേൾഡ് വൈഡ് കൊടുക്കാനുള്ള സ്വത്ത് അവർക്കുണ്ടായിരുന്നു. എസ്റ്റേറ്റും ഒക്കെ ആയിട്ട് എല്ലാം വിറ്റ് മക്കളെയൊക്കെ വിവാഹം കഴിച്ചവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുക. ഈ സ്ത്രീ ഒരു തവണ എൻ്റെ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നു. ഈ സ്ത്രീ വന്ന് എൻ്റെ അടുത്ത് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ തലയിൽ കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സ്ത്രീ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പേരെന്താണെന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് ചോദിക്കുന്നവരുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഇറങ്ങിയേക്കണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കുണ്ടായതെല്ലാം ഞാൻ വിറ്റു, ഞാനത് ദരിദ്രർക്ക് കൊടുത്തു, വചനം പറയുന്ന പോലെ ഞാനത് സുവിശേഷ വിലയ്ക്ക് വേണ്ടിയിട്ട് ഞാനതെല്ലാം വിധിച്ചു കൊടുത്തു, എല്ലാം കൊടുത്തു. കോടികൾ കൊടുത്തിട്ടില്ല, നുണയൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞെല്ലാം സത്യം, കോടികൾ കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൊടുത്ത് അതുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി. ഇങ്ങനെ കൈ ഇങ്ങനെ എന്താ പറയുക, ജയ് വിളിക്കുന്ന പോലെ ഇങ്ങനെ ഓങ്ങി പറയുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ശുശ്രൂഷകർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എന്ത് നല്ലത് പറഞ്ഞാലും നിങ്ങൾക്കിടയിലുള്ള കുറവ് ഇങ്ങനെ ഞോണ്ടിയെടുക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. നിങ്ങൾ കുറേ നല്ല കാര്യമൊക്കെ പറഞ്ഞാലും അതിലേക്കൊന്നും നമ്മുടെ കണ്ണൊന്നും പോകത്തില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കുറേ വിശേഷമൊക്കെ പറയുമായിരിക്കും, അതൊന്നും മൈൻഡ് ചെയ്യില്ല. എവിടെ കുറവുണ്ട് അതിലേക്ക് നോക്കുകയുള്ളൂ. അങ്ങനെ ഒരു കുരുത്തക്കേടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചു. ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പിന്നെ മിണ്ടിയുടെ തല കുമ്പിട്ടു. ഞാൻ ചോദിച്ചു, ചേച്ചിയോടാണ് ചോദിച്ചത്, ഭർത്താവ് എവിടെ? ചേച്ചിയുടെ ഈ വിശേഷമൊന്നും എനിക്ക് കേൾക്കണ്ട, കുറേ കേട്ടതാ. ഹസ്ബൻഡ് ഇന്ന സ്ഥലത്താണ്. ഞാൻ ഇന്ന സ്ഥലത്ത് വിദേശത്ത് വർക്ക് ചെയ്യുക. ഞാൻ ചേച്ചി എത്ര നാളായി ഇവിടെ? ഞാൻ 5 വർഷമായി നാട്ടിൽ. ഹസ്ബൻഡോ 5 വർഷമായി അവിടെ. അപ്പോൾ ഇടയ്ക്ക് പോകുമായിരിക്കുമല്ലേ? പോകില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിച്ചു, ഇടയ്ക്ക് പോയിട്ട് വരുമോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇടയ്ക്ക് നാട്ടിൽ വരുമോ? ഇല്ല, വരാറില്ല. ഞാൻ എന്താ കാര്യം? അല്ല, ഞങ്ങൾ സെപ്പറേറ്റഡാണ്. ഞാൻ ഡിവോഴ്സ്ഡാണോ? അല്ല, ഡിവോഴ്സ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്തു. ഞാൻ എന്താ തീരുമാനം? ഞങ്ങൾക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഡിവോഴ്സ് ചെയ്യുന്നത് സഭ അംഗീകരിക്കാത്തതുകൊണ്ട് അത് വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനമെടുത്ത് പകരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അദ്ദേഹത്തിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ ജീവിക്കും പ്രാർത്ഥനയോടെ. ഞാൻ ചിരിക്കുക ഇവരുടെ സംസാരം കേട്ടിട്ട്. ഞാൻ അവനെ കംപ്ലീറ്റ് കൊണ്ട് വിറ്റ് തൊലച്ചല്ലോ എൻ്റെ പൊന്നു ചേച്ചി, വല്ല ഗുണമുണ്ടായോ എന്ന് ചോദിച്ചു. എല്ലാം കൊണ്ട് വിറ്റ് തുലച്ച് ദരിദ്രർക്ക് കൊടുത്തിട്ട് ചേച്ചി ഇപ്പോൾ ഒന്നുമില്ലാത്ത ദരിദ്രയായിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോഴും
ആത്മാവിൽ ഈശോ പറയുന്നുണ്ട്, ചേച്ചിക്ക് ധാരാളം സമ്പത്തുണ്ട്. വെറുപ്പിൻ്റെ സമ്പത്തുണ്ട് ആത്മാവിൽ, വിദ്വേഷത്തിൻ്റെ സമ്പത്തുണ്ട്, കൗദാശിക ജീവിതത്തിനെതിരായിട്ടുള്ള സമ്പത്ത് ആത്മാവിലുണ്ട്. അതുകൊണ്ട് ചേച്ചി വിറ്റ് തൊലച്ചതൊന്നും ചേച്ചിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. വിറ്റ് തൊലച്ചതൊന്നും ചേച്ചിക്ക് ഉപകാരപ്പെട്ടില്ല. കാരണം ചെയ്യേണ്ട നന്മ മാത്രം ചെയ്തില്ല, ബാക്കിയുള്ളതെല്ലാം ചെയ്ത്. ചേച്ചി ചെയ്തതിൽ ആത്മാവിന് വേണ്ടുന്നതായിട്ട് ചെയ്യേണ്ട ഒരു നന്മയുണ്ടായിരുന്നു, അത് മാത്രം ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. നിനക്കിതെല്ലാം ഉണ്ടായിരുന്നാലും, മലയെ മാറ്റാൻ തക്ക വിശ്വാസം ഉണ്ടായിരുന്നാലും, ഇതെല്ലാം നീ പ്രവർത്തിച്ചാലും, നീ ചെയ്യേണ്ട ആത്മാവിൽ നീ പ്രവർത്തിക്കേണ്ട കടമ നീ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്താലും, എന്ത് വിറ്റാലും, എത്ര വലിയ സുവിശേഷ പ്രഘോഷണം ചെയ്താലും ഒരു ഗുണവുമില്ല. അതൊന്നും നിൻ്റെ 7 അയലത്ത് നിൻ്റെ ആത്മാവിന് യാതൊരു തരത്തിലും ഗുണം ചെയ്യത്തില്ല. ആമേൻ, ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതൊന്നും നിനക്ക് ഗുണം ചെയ്യത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, നിനക്കുള്ളതെല്ലാം വിറ്റുകൊടുത്താലും ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താൽ, അതായത് യേശുവിനെ പ്രതി നിരന്തരം ശരീരത്തെ മറന്ന് നീ ശുശ്രൂഷയിൽ ആയിരുന്നാലും ശരീരത്തിനകത്തുള്ള ആത്മാവിൽ നിന്ന് നിൻ്റെ സ്നേഹം പുറപ്പെട്ടിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നീ വെറും ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ പിടിക്കാൻ ദൈവം വേറെ ആരെങ്കിലും നിയോഗിക്കേണ്ടി വരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ മനുഷ്യരെ പിടിക്കുന്നവര് മനുഷ്യരായിട്ട് ജീവിക്കുന്ന അവസ്ഥയായി കാലഘട്ടം. ഈശോ പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ശുശ്രൂഷകരെ വിളിക്കണത്. ആ ശുശ്രൂഷകർ ഈ കാലഘട്ടത്തിൽ മനുഷ്യരായിട്ട് ജീവിക്കുക. കർത്താവിൻ്റെ കൃപ സ്വീകരിച്ചവർ, കർത്താവിനൊന്ന് വിളി സ്വീകരിച്ചവരൊക്കെ മനുഷ്യരായിട്ട് ജീവിക്കുക. ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ, അഭിഷേകത്തെ നമ്മൾ ഈ ധ്യാനത്തിലൂടെ ഉജ്ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിനോടൊപ്പം, പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു കൃപയുണ്ട്. സ്നേഹിക്കാൻ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. പരസ്പരം മനസ്സിലാക്കാൻ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. ഏതവസരത്തിലും ഒന്നിച്ച് ജീവിക്കാൻ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ കൃപ ആദ്യം ഉപയോഗിച്ചതിന് ശേഷം പെന്തക്കോസ്ത് അനുഭവത്തെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആമേൻ, ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, വിശ്വാസത്തോടെ ഹല്ലേലൂയാ, പ്രത്യാശയോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മറ്റൊന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അർഹിക്കാത്തത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃപ ലഭിക്കത്തില്ല. അർഹിക്കാത്തത് എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃപ ലഭിക്കത്തില്ല. ഒരു സഹോദരി വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ എത്ര ധ്യാനം കൂടിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. ധ്യാനം കൂടി ഞാൻ കൂട്ടുന്നുണ്ടെങ്കിലും ഒരു ധ്യാനത്തിൽ നിന്ന് എനിക്ക് കാര്യമായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തന്നത് പിതൃസ്വത്ത് കൈവശം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിതൃസ്വത്ത് അപ്പൻ്റെ സ്വത്ത് കൈവശം ഉണ്ടോ? ഉണ്ട്. അതെൻ്റെ അവകാശമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരിയായിരിക്കാം, അവകാശമായിരിക്കാം. പക്ഷേ ഈ അവകാശം സ്വീകരിച്ചത് അപ്പനിൽ നിന്ന് തട്ടിയെടുത്തതാണോ? സഹോദരങ്ങളുണ്ടോ? ഉണ്ട്. അവർക്ക് ഇതിൽ നിന്ന് വീതിച്ചു കൊടുക്കേണ്ടത് വീതിച്ചു കൊടുക്കാതെ അതും നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ട്. ഞാൻ ചെയ്തെന്താ അവർക്ക് കൊടുക്കാതെ? അതവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരത് ദൂർത്തടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവർക്ക് കൊടുത്തിട്ടില്ല. എൻ്റെ കൈവശം അത് സേഫാണ്. ഞാൻ പറഞ്ഞു, ആ കൈവശം സേഫാക്കി വെച്ചിരിക്കുന്നത് എവിടെയായിരിക്കണത്? അത് ബാങ്കിലാണ് ബ്രദറെ. അതെന്താ? അത് ലോൺ വെച്ചിട്ട് ഞാൻ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരങ്ങൾക്ക് കൊടുത്താൽ അവരത് ദൂർത്തടിക്കും. ഞാനത് ലോക്കറിൽ സേഫായിട്ട് വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, 3 മക്കളുണ്ടെങ്കിൽ അപ്പൻ്റെ സ്വത്ത് 3 മക്കൾക്ക് ഒരുപോലെ ഉള്ളതാണ്. എൻ്റെ കഴിവനുസരിച്ച് എനിക്കുള്ള ചങ്കൂറ്റവും എനിക്കുള്ള തൻ്റെയിടവും കൊണ്ട് ബാക്കിയുള്ള 2 പേർക്ക് കിട്ടേണ്ടത് ഞാനത് അപ്പനിൽ നിന്ന് അപ്പനെ ചാക്കും സോപ്പും ഒക്കെ ഇട്ട് അത് എൻ്റെ കയ്യിലേക്ക് ഒതുക്കി അവർക്ക് കിട്ടിയാൽ അത് ദൂർത്തടിക്ക് ഞാൻ പിന്നെ കൊടുത്തോളാം എന്നൊരു തലക്കെട്ടോടുകൂടെ ഇതെൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അർഹിക്കാത്ത സമ്പത്ത് നിൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അതിരിക്കുന്നിടത്തോളം കാലം ഗതി പിടിക്കത്തില്ല. ആ കുടുംബവും ആ മക്കളും തലമുറകളും ഗതി പിടിക്കില്ല. അവർ ദൂർത്തടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തത് അവരുടെ കാര്യമാണ്. നിങ്ങളത് അറിയേണ്ട ആവശ്യമില്ല. അത് അവരും ദൈവം തമ്മിൽ തീർക്കും. ഇത് ദൂർത്തടിക്കുക എന്നുള്ള പേരിൽ ഞാനിവിടെ
കർത്താവിൻ്റെ കൃപകളെ അതൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുവൻ്റെയും 5 രൂപ പോലും നിന്റെ പോക്കറ്റിലുണ്ടാവാൻ ഇട കൊടുക്കരുത്. ദൈവത്തെ ഓർത്ത് മറ്റൊരുവന് കിട്ടേണ്ട ജോലി, ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എനിക്ക് ഈ ജോലിക്കുള്ള യാതൊരുവിധ സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. മറ്റൊരാൾക്ക് എന്നേക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഈ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കുള്ള രാഷ്ട്രീയ സ്വാധീനവും മറ്റു പല സ്വാധീനവും കൊണ്ട് ഈ ജോലി ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് കുടുംബത്തിൽ ഒരെണ്ണമെങ്കിൽ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടില്ല കുടുംബത്തിന്, ഉറപ്പാണ്. എത്ര കേസുകളാണ്. അർഹിക്കാത്തതൊന്നും കൊണ്ട് നടക്കല്ലേ പ്രിയപ്പെട്ടവരെ, കൊണ്ട് നടക്കരുത്. മറ്റൊന്നാണ്, മക്കളെ വിവാഹം കഴിപ്പിച്ചു വിട്ടു, മകനെ വിവാഹം കഴിപ്പിച്ചു, മരുമകൾ വന്നു. പക്ഷേ ഈ മകൻ്റെ അമ്മയ്ക്ക് ഈ മകൻ അവൻ്റെ ഭാര്യയോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല. എന്നോടുള്ള അവൻ്റെ സ്നേഹം കുറഞ്ഞു പോവും. അർഹിക്കാത്ത സ്നേഹം പിടിച്ചു വെക്ക തള്ള, അർഹിക്കാത്ത സ്നേഹം പിടിച്ചു വെക്ക ഈ അമ്മ. അവിടെയും ആ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോന്നിനെ നിങ്ങൾ റിലീസ് ചെയ്തേക്കണം. കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ആത്മാവ് ഫ്രീ ആയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ പറന്നു പോയിക്കോളും. അതെങ്കിൽ പോകില്ല പ്രിയപ്പെട്ടവരെ. തുമ്പി കല്ലെടുത്ത് പിടിച്ചേക്കണ പോലെ അതിന് പറക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അർഹിക്കാത്തത് സ്നേഹമാണെങ്കിലും നീ പിടിച്ചു വെക്കരുത്. മറ്റൊരുവൻ അർഹതപ്പെട്ട സ്നേഹം നീ ചോദിച്ച് വാങ്ങിച്ച് പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഏതവസ്ഥയിലാണെങ്കിലും, അത് പ്രണയബന്ധമാണെങ്കിലും സ്നേഹബന്ധമാണെങ്കിലും ഒരു തരം പൊസസീവ്നെസ് ഉണ്ട്. എന്നെ മാത്രമേ സ്നേഹിക്കാവൂ, മറ്റാരെയും സ്നേഹിക്കരുത്, എന്നെ മാത്രം കൺസിഡർ ചെയ്യണം, ഞാൻ മാത്രം എന്നുള്ള രീതിയിൽ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടോ? അതും നീ അർഹിക്കാത്തതിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കല. മക്കൾ വിവാഹം കഴിച്ചാൽ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കണം. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും. ആമേൻ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പുരുഷൻ മാതാപിതാക്കളെ വിടണം, സ്ത്രീയോട് ചേരണം. ചേരത്തില്ല, ചേരാൻ സമ്മതിക്കത്തില്ല. ആരാ? മാതാപിതാക്കൾ. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസം കിട്ടാണ്ടാകുമ്പോൾ എൻ്റെ മനസ്സ് മുറിയപ്പെടാൻ പാടില്ല. കാരണം അതും ആ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിന് നീ വിലങ്ങ് തടിയായിട്ട് മാറുക ചെയ്യണത്. ആ കുടുംബത്തിലും ദൈവത്തിൻ്റെ ചൈതന്യം വളരത്തില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള കുടുംബങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായിട്ട് താമസം വരും. കാരണം ഈ ദമ്പതികൾ ഈ മാതാപിതാക്കളോടുള്ള വെറുപ്പ് വെച്ചുകൊണ്ടായിരിക്കും ആ മകള് ഈ മകനോടൊത്ത് ജീവിക്കണം. കാരണം ഇവൻ്റെ അമ്മ ഇവളോട് മിണ്ടാനായിട്ട് സമ്മതിക്കത്തില്ല. ഈ ഒരു അവസ്ഥയിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മേൻ. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ കുടുംബത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്ന് വരികയില്ല. ആ കുടുംബത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരത്തില്ല. അവിടെയും പ്രശ്നങ്ങളാണ്, അവിടെയും ഇത് തന്നെയായിരിക്കും അവസ്ഥ. പ്രിയപ്പെട്ട ദൈവജനമേ, അർഹിക്കാത്തത് എന്തെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ നിങ്ങളതങ്ങോട്ട് വിട്ടു കൊടുത്തേക്കണേ. അടി കിട്ടുന്ന വഴി അറിയത്തില്ല നിങ്ങൾക്ക്. അടി പല വഴി വരും. 4 ദിക്കിൽ നിന്ന് അത് നിന്നെ ആക്രമിക്കും. 4 ദിക്കിൽ നിന്ന് ഉപകാരപ്പെടില്ല നിനക്ക്. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അർഹിക്കാത്തത് എൻ്റെ കയ്യിലുണ്ട്, അതിന് പകരം ഞാനിങ്ങനെ ദശാംശം കൊടുത്തുകൊണ്ടിരുന്നോളാം. ഗുണമില്ല, ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ദശാംശം കട്ടെടുത്ത കാശ് കയ്യിൽ വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ദശാംശം കൊടുത്തിട്ട് എന്താ കാര്യം? ആ ദശാംശം ഈശോ സ്വീകരിക്കില്ല. ദശാംശം കൊടുത്തോ നല്ല കാര്യം, പക്ഷെ ആ ദശാംശം തമ്പുരാൻ്റെ കയ്യിലെത്തത്തില്ല പ്രിയപ്പെട്ടവരെ. അർഹിക്കാത്തത് നീ വെക്കരുത്. സ്നേഹമാണെങ്കിലും സ്ഥാനമാണെങ്കിലും സ്വത്താണെങ്കിലും വീടാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിനക്കർഹതയില്ലേ, തിരിച്ചു കൊടുത്തേക്കുന്നേ. ദൈവം നിനക്കതിൻ്റെ 10 ഇരട്ടി വേറെ വഴിക്ക് തരും. ദൈവം നിനക്കതിൻ്റെ 10 ഇരട്ടി മറ്റു വഴിക്ക് നിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മുന്നിൽ എത്തിച്ചു തരും. അനുഭവിക്കാൻ നിൽക്കരുത്, ചോദിക്കരുത്, വാങ്ങിക്കരുത്, ഏറ്റെടുക്കരുത്. ആമേൻ. ഹല്ലേലൂയാ. എന്തിൻ്റെ പേരിലും നിങ്ങൾ സൂക്ഷിക്കരുത്, അതായത് ചിലപ്പോൾ നമ്മൾ സൂക്ഷിക്കണം, അവൻ ദൂർത്തടിക്കും, വിറ്റ് തൊലയ്ക്കും. തൊലച്ചോട്ടെ, നിങ്ങൾക്കെന്താ? നിങ്ങളുടെ കയ്യിലിരിക്കും തോറും
അത് നിങ്ങൾക്ക് അർഹതയില്ലാത്ത, അതല്ലെങ്കിൽ അത് മാതാപിതാക്കളുടെ പേരിൽ തന്നെ വെച്ചേക്കുക. നിങ്ങളുടെ പേരിലേക്ക് മാറാൻ പാടില്ല. ആ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ സമ്മതിക്കരുത്. 1 രൂപ പോലും വരാൻ സമ്മതിക്കരുത്. നിങ്ങൾക്കത് അവിടെ കിടന്നത് നിലവിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയില്ല, അതിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കും, അർഹതയില്ലാത്തത്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഈ ഒരു അവസ്ഥ നിങ്ങളിലുണ്ടെങ്കിലും പ്രിയപ്പെട്ട ദൈവജനമേ, കൃപ വർദ്ധിക്കത്തില്ല, കൃപ വർദ്ധിക്കത്തില്ല, കൃപ വളരത്തില്ല. മറ്റൊന്നാണ് 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ അരൂപി. മറ്റു വിശ്വാസങ്ങളുടെ പുറകെ പോകുന്ന അരൂപികളുണ്ട്. മറ്റു വിശ്വാസങ്ങളുടെ പുറകെ പോകുന്ന അരൂപി. ഈ അരൂപിക്ക് പുറകെ നീ പോയിട്ടുണ്ടോ? നമ്മൾ പറയുകയാണ്, വീട് പണിയണം, സ്ഥാനം നോക്കണം. സ്ഥാനക്കാരൻ വന്നിട്ടില്ല. പലരും വിളിച്ചിട്ട് പറയും, ബ്രദറെ സ്ഥാനക്കാരൻ വന്നിട്ടില്ല, വീട് പണി തുടങ്ങിയിട്ടില്ല. പാല് കാച്ചേണ്ടത് എപ്പോഴാണെന്നുള്ളത് ആശാരി പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും വ്യക്തിയോട് ചേർത്ത് ചോദിച്ച് അവരുടെ ഇഷ്ടത്തിന് നീ ചെയ്തിട്ടുണ്ടോ? പ്രമാണ ലംഘനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ച എല്ലാം നന്മയായിട്ട് കണ്ടു, എല്ലാം നന്മയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സമയം നോക്കുന്നവരുണ്ട് ക്രിസ്ത്യാനികൾ, വിവാഹത്തിന് സമയം നോക്കുന്നവരുണ്ട്, കുദാശയ്ക്ക് സമയം നോക്കിയിട്ട് കുദാശയുടെ സമയം നിശ്ചയിക്കുന്നവരുണ്ട്. അങ്ങനെ അച്ഛൻ ആ സമയത്ത് അച്ഛന് ഒഴിവില്ലെന്ന് പറഞ്ഞാൽ ഇടവകയിൽ നിന്ന് ചീട്ടും മാറി മറ്റു പള്ളി കൊണ്ട് കെട്ടിക്കുന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്, ചെയ്തിട്ട് മുന്നിൽ വന്ന് നിന്നിട്ടുണ്ട്. നല്ല സമയത്ത് കിട്ടിയതുകൊണ്ട് നല്ല സമയത്ത് തന്നെ അവർ വേർപിരിഞ്ഞു പോയി. അപ്പം അങ്ങനെ ജീവിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് സ്ഥാനം നോക്കുമ്പോൾ, സ്ഥാനം നോക്കണത് ശരിയോ തെറ്റോ? ശരിയാണോ? സ്ഥാനം നോക്കാമോ? നമുക്ക് പുര പണിയുമ്പോൾ സ്ഥാനം നോക്കാമോ? നിങ്ങൾ മിണ്ടില്ല, കാരണം നോക്കിയായിരിക്കും വെച്ചേക്കണത്. ഒരൊറ്റ വാ തുറയണില്ല. ഞാൻ കല്ലിനോടും മണ്ണിനോടും ഒന്നുമല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് നവായിൽ നാക്കൊന്നുമില്ലേ? സ്ഥാനം നോക്കാമോ? ഉണ്ടോ ഇല്ലയോ? ഓ, പാടില്ല, നോക്കാം എന്ന് പറയുന്നവരുണ്ടല്ലോ ഈ കൂട്ടത്തിൽ. എന്തുകൊണ്ടാണ് നോക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം? വാസ്തു നോക്കുന്നത് തെറ്റാകുന്നത് എന്തുകൊണ്ടാണ്? വാസ്തുശാസ്ത്രമാണോ? ആണോ? ആണോ? പക്ഷെ വാസ്തുശാസ്ത്രമൊന്നുമല്ലോ അത് അറിയപ്പെടുന്നത്. ആണോ? അല്ല. വാസ്തു എങ്ങനെയാണ് ശാസ്ത്രമാണേ? വാസ്തു എപ്പോഴാണ് തെളിയിക്കപ്പെട്ടേക്കണേ? തെളിയിക്കപ്പെടാതെ ശാസ്ത്രമൊന്നും നമുക്കൊന്നിനെയും വിളിക്കപ്പെടല്ല. തെളിയിക്കപ്പെട്ട സത്യമാണ് ശാസ്ത്രം. വാസ്തു തെളിയിക്കപ്പെട്ടിട്ടില്ല. വാസ്തു പുരുഷൻ ശിവൻ എന്ന് പറയുന്ന സ്പിരിറ്റാണ്. ശിവൻ കിടക്കുന്ന അനുസരിച്ചാണ് വാസ്തു നോക്കണത്. ക്രിസ്ത്യാനിക്ക് എവിടെയാണ് ശിവൻ ഇരിക്കണേ? അപ്പോൾ നീ വാസ്തു നോക്കുമ്പോൾ നീ മറ്റു വിശ്വാസങ്ങളുടെ പുറകെയാണ് നീ പോകുന്നത്. ഇതിനെയാണ് ആദ്യം വിളിച്ച് നീ വീട്ടിൽ കിടത്തുന്നത്. മറക്കണ്ട, പണിയുന്ന വീട്ടിൽ ആദ്യം ഇതിനെ വിളിച്ച് കിടത്തിയിട്ട് അതനുസരിച്ചാണ് വീട് എവിടെ വരണം, റൂം എവിടെ വരണം, കക്കൂസ് എവിടെ വരണം, സെപ്റ്റി ടാങ്ക് എവിടെ വരണം. അതിൽ ക്ലോസറ്റ് തിരിച്ചു വെച്ചവരൊക്കെ ഉണ്ട്. ടോയ്ലറ്റ് പണിതിട്ട് ഒരു വീട്ടിൽ ഒരു അമ്മ കാണാൻ വേണ്ടി വന്ന് ഭയങ്കര പ്രശ്നമായി. എങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ശരിയാണല്ലോ ബ്രദർ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവർ ടോയ്ലറ്റ് ഇരിക്കുന്ന ഞാൻ കാണുന്നത്. ടോയ്ലറ്റ് ഇരുന്നിട്ട് മതിലയിൽ ഈ തവളപ്പൊത്തലിരിക്കണ പോലെ മതിലെ പിടിച്ചിരിക്കുക. എനിക്കിത് മനസ്സിലായി. ഞാനിത് വിഷനിൽ കാണുന്ന നല്ല സൂപ്പർ കാഴ്ചയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ വീടിന് സൗകര്യം ഇല്ലെന്ന് ചോദിച്ചു. ബ്രദറെ 3000 സ്ക്വയർ ഫീറ്റോ മറ്റോ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഈശോ കാണിച്ചു തന്നൊരു ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് ഈശോ കാണിക്കണം. അതിൻ്റെ അകത്ത് ആ ക്ലോസറ്റ് സാധാരണ ഒന്നെങ്കിൽ നടുക്ക് വെക്കും, അതിലേക്ക് കുറച്ച് അരികിലേക്ക് വെക്കും. ഇത് ഭിത്തിയോട് ചേർത്ത് പറ്റിച്ച് ക്ലോസറ്റ് വെച്ചിരിക്കുക. എന്നിട്ട് ഈ ഭിത്തിയിൽ പിടിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണോ ക്ലോസറ്റ് ഇരിക്കണത്? അതെ. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ? വീട്ടിൽ കഷ്ടകാലം മാറുന്നില്ല. അപ്പോൾ ഞാൻ ഒരാളെ കൊണ്ടുവന്ന് നോക്കിച്ചപ്പോൾ ക്ലോസറ്റിൻ്റെ പൊസിഷൻ തെറ്റാണ്. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? അത് ഇങ്ങോട്ടല്ല, തിരിച്ചാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. തിരിച്ച് വെച്ചപ്പോൾ ക്ലോസറ്റ് ഭിത്തിയുടെ പറ്റിയായി. എങ്ങനെ ആയാലും കുഴപ്പമില്ല, ഞാൻ ഭിത്തിയിൽ സ്പൈഡർമാൻ കണക്കെ ഇരുന്ന് കാര്യം സാധിച്ചോളാം, എന്നാലും കുഴപ്പമില്ല. കുടുംബത്തിൻ്റെ കെട്ടഴിഞ്ഞാൽ മതി. കുടുംബത്തിൻ്റെ കെട്ടഴിയാനായിട്ട് ഞാൻ ചിരിച്ച് ചത്തു പ്രിയപ്പെട്ടവരെ. കാരണം ഇത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഒരു ഇരിപ്പ് പറയുന്നില്ല, ബലിപീഠത്തിൽ നിന്നിട്ട് കൂടുതലായിട്ട് 8 കാലി ഇരിക്കുന്ന പോലെ ഇരിക്കുക ഭിത്തിമേലെ.
ഇവിടെ ദൈവജനമേ, ഇതൊന്നുമല്ല ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. കർത്താവ് സൃഷ്ടിച്ചതെല്ലാം നന്മയായിട്ട് കണ്ടു, മോശമായിട്ടില്ല. ഇതിൻ്റെ പേരിൽ നീ ഓരോ കാരണം പറഞ്ഞ് ലോകത്തിൻ്റെ അരൂപിയെ നിൻ്റെ കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തി ദൈവത്തിൻ്റെ കൃപയെ നഷ്ടപ്പെടുത്താനായിട്ട് നീ തീരുമാനം എടുത്തിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ ദൈവം നിനക്ക് വേണ്ടി നിൽക്കത്തില്ല. ഒന്നാം പ്രമാണത്തിൽ 2 കൽപ്പനയാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്ന് പറയുന്ന ഒന്നാമത്തെ കൽപ്പനയും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറയുന്ന 2ാമത്തെ കൽപ്പനയും ഒന്നാം പ്രമാണത്തിലുള്ള 2 കൽപ്പനകളാണ്. ഒന്നാം പ്രമാണം ഒരു കൽപ്പനയല്ല, 2 കൽപ്പനയാണ്. ഈ 2 കൽപ്പന ഉൾച്ചേരുന്ന ഒന്നാം പ്രമാണം നീ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ കൃപ നിനക്ക് എങ്ങനെ കിട്ടും? കൃപ കിട്ടില്ല. ആദ്യത്തെ 3 കൽപ്പന നീ എടുത്തോ, അത് 3ഉം തൃത്വവുമായിട്ട് കണക്റ്റഡ് ആണ്, ആരാധനയുമായിട്ട് റിലേറ്റഡാണ്. പിന്നീട് അങ്ങോട്ടേ മാതാപിതാക്കളിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ ആദ്യത്തെ 3 കൽപ്പനയും തൃത്വവുമായിട്ട് കണക്റ്റഡാണ്. ഈ തൃത്വവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ 3, അതിനപ്പുറത്തേക്ക് അതിനിപ്പുറത്തേക്ക് നീ പോകരുത്. അത് വിട്ടൊരു ജീവിതം ക്രിസ്ത്യാനി നിനക്കുണ്ടെങ്കിൽ അന്ന് തുടങ്ങും നിൻ്റെ ദുരിതം. അതിനോട് നീ കോംപ്രമൈസ് ചെയ്താൽ അന്ന് തുടങ്ങും നിന്റെ ദുരിതം. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരു മേഖല വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ കൃപയ്ക്ക് തടസ്സം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് തടസ്സം വരും. കൃപ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ വരും. പ്രമാണ ലംഘനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഈ ലംഘനങ്ങൾ പ്രമാണ ലംഘനങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ തന്നെ വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, കൃപ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് തടസ്സം വരും. കൃപ സ്വീകരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പരിശുദ്ധാത്മൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഏതെങ്കിലും പാപത്തിൻ്റെ മേഖലകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉപസാരമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇതിനെപ്പറ്റി പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അവസ്ഥകളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ഇന്നത്തെ വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് അതിനുശേഷം വരുന്ന പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥനയിൽ നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഹല്ലേലൂയ. ഉറങ്ങുന്നവർ ദൈവത്തെ ഓർത്ത് വാ അടച്ച് പിടിച്ച് ഉറങ്ങണേ. വാ തുറന്ന് പിടിച്ച് ഉറങ്ങരുത് കേട്ടോ. ഈച്ചയുടെ ശല്യം ഒത്തിരി ഉണ്ട്. അവിടെ ഇരിക്കുന്ന പുറകെ ഇരിക്കുന്ന സഹോദരി വാ തുറന്ന് പിടിച്ച് ഉറങ്ങണേ, വാ അടക്കണേ. അപ്പോൾ നമ്മൾ കൃപ സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു വശമുണ്ട്. അതിനകത്ത് കൃപ സ്വീകരിക്കുമ്പോൾ ഈ ഒരു വശമുണ്ട്. നമ്മൾ കൃപ സ്വീകരിക്കാനായിട്ട് തടസ്സമായിട്ടുള്ളത് പ്രമാണ ലംഘനങ്ങളാണ്. കർത്താവ് 10 കൽപ്പന തന്നിട്ടുണ്ട്. 10 നാണയം, 10 കന്യകമാർ. അതോട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ വായിച്ചാൽ നിനക്ക് മനസ്സിലാവും. എന്താ 10 കന്യകമാർ, എന്താ 10 നാണയം, 10 നാണയത്തിൻ്റെ ഉപമയിൽ എന്ത് പറഞ്ഞു, 10 കന്യകമാരുടെ ഉപമയിൽ എന്ത് പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് 10 കൽപ്പനകൾ എടുക്കുക, 10 പ്രമാണങ്ങൾ എടുക്കുക, ഈ 10 കുഷ്ഠരോഗികൾ എടുക്കുക. ഇതെല്ലാം 10 എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം ബിബ്ലിക്കലി 10ഉമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം എടുക്കുക. 10 കൽപ്പനകളായിട്ട് ഈ പറയുന്ന എല്ലാത്തിനും ബന്ധമുണ്ടാവും. അങ്ങനെ നിങ്ങൾ അതിനെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 10 കൽപ്പനയിൽ ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. വെറുതെ 10 കൽപ്പന മാത്രം മോശയ്ക്ക് കൊടുത്തത് മാത്രം നിങ്ങൾ വായിച്ചാൽ കൽപ്പനയുടെ ആധികാരികത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. 10 എന്ന് കണക്ട് ചെയ്തുള്ളത് എല്ലാം നിങ്ങളെടുത്ത് കൽപ്പനയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അതിന് വേണ്ടിയിട്ടൊരു സമയം നിങ്ങൾ കണ്ടെത്തി നോക്ക്. നിങ്ങൾക്ക് കൽപ്പനയ്ക്ക് കീഴിൽ നിൽക്കാൻ, അനുസരണത്തിന് കീഴിൽ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് ഭക്ഷണത്തിൻ്റെ സമയം എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. കണ്ണുകളടച്ച് ഇന്നേ ദിവസം നമ്മൾ കഴിക്കുന്ന രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ആയിട്ട് കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടാനായിട്ട് ഈ സമയം ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ തിരുരക്തം അതിൻ്റെ മേൽ തളിക്കപ്പെടട്ടെ. ഈശോയെ, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വിതച്ചത് മുതൽ വിളമ്പിയത് വരെയുള്ളവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ അതിനെ വിശുദ്ധീകരിക്കണമേ. മലകമാരുടെ ഗണങ്ങളാൽ അതിനവിടെ നിന്ന് കാവലേർപ്പെടുത്തണമേ. ഞാനിത് കഴിക്കുമ്പോൾ ഈശോയെ അതെന്നിൽ ദൈവസ്നേഹമായിട്ട് നിറയട്ടെ. ഈ ഭക്ഷണം ഞങ്ങൾ കഴിക്കുമ്പോൾ കർത്താവായ ദൈവമേ, ഞങ്ങളിൽ രോഗസൗഖ്യത്തിനത് കാരണമാവട്ടെ. ഞങ്ങൾ ഈ ഭക്ഷണം ഇരുന്ന് കഴിക്കുന്ന ഈ ആലയത്തെ നീ അനുഗ്രഹിക്കണമേ.
ഈ ഭക്ഷണം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ നന്ദിയോടെ പാഴാക്കാതെ കർത്താവ് ഞങ്ങളത് കഴിക്കുമ്പോൾ ഇതുവരെ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം പാഴാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കർത്താവ് ഞങ്ങൾ സ്വീകരിക്കുന്ന ഭക്ഷണത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.